2 മാസത്തിന് മുമ്പ് നമ്മളെടുക്ക വന്ന ഫ്ലോറിഡയും സിസ്റ്റർ അക്സ നമ്മളെടുക്ക വന്ന സാക്ഷ്യങ്ങൾ ചിലതൊക്കെ പറഞ്ഞായിരുന്നു. ചില സാക്ഷ്യങ്ങൾ പറഞ്ഞായിരുന്നു. നമ്മുടെ പ്രയർ ലൈനിലെ അനേകം കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്ന് സഹോദരിയോട് ഞാൻ കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച് വെഡിങ്ങിനെ പറ്റിയുള്ള ടെസ്റ്റിമണി പറയാൻ പോവാ. ആ ടെസ്റ്റിമണി കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വളരെ ഉത്തേജനം ലഭിക്കും. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. കർത്താവിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വചനം കിട്ടി. പിന്നെ കേരളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വചനം കിട്ടി. എന്തോന്നറിയാമോ? യക്ഷാപ്രവചനം 46:10-11 ആരംഭത്തിങ്കിൽ തന്നെ അവസാനം പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ താല്പര്യമൊക്കെ അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. അടുത്ത വാക്യം സഹോദരിക്ക് കിട്ടിയ വാക്യം, ഞാൻ കിഴക്കുന്ന ഒരു റാഞ്ചൽ പക്ഷിയെ ദൂരദേശത്തു നിന്ന് എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന ഒരു പുരുഷനെ തന്നെ വിളിക്കുന്നു. പുരുഷനെ തന്നെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും. ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. ആരാ അനുഷ്ഠിക്കുന്ന? ദൈവം. ഞാനൊരു പുരുഷനെ വിളിച്ചിരിക്കുന്നു. ആ വചനമാണ് ആ സഹോദരിക്ക് ആ വചനത്തെ അതുപോലെ ബാക്കി നിങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ കാര്യം നടന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന വിഷയമാണ്, നമ്മുടെ ഏത് വിഷയത്തിനും ആകുലാപ്പ് ഭാരപ്പെടുത്തുന്ന ഏത് വിഷയമായാലും മുട്ടുമേലിന്ന് പ്രാർത്ഥിച്ച് വചനം ഏറ്റെടുക്കണം. അതിനകത്ത് ദൈവം എന്തോ നമ്മളോട് സംസാരിക്കുന്ന വചനം എടുക്കണം. ആ വചനം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ട് ആ വചനം എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം നിഷ്ഫലമായി മടങ്ങത്തില്ല. ആ വചനം നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ വചനം നമ്മൾ ഹോൾഡ് ചെയ്യുക. ഡോക്ടറിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്ന പോലെ ആ വചനം ആ പ്രിസ്ക്രിപ്ഷനെ ഹോൾഡ് ചെയ്ത പോലെ ആ വചനത്തെ ഹോൾഡ് ചെയ്ത് ഇതാണ് എന്നോട് ദൈവം സംസാരിച്ച് ആ വചനത്തിൽ ഞാൻ ഉറച്ചിരിക്കുക. അതുപോലെ ഇനി കർത്താവിന്റെ ദാസി നിങ്ങൾ കേട്ടോ, അത്ഭുതമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ, ഒരു വിഷയം കൂടെ ഞാൻ പറഞ്ഞില്ല. 112 സംഘത്തിന് 1-ാം വാക്യം വായിക്കുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പന വചനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത വാക്യം വായിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ പ്രതിരോധ സന്തതി തലമുറ അനുഗ്രഹിക്കപ്പെടും. ദുർവർത്തമാന നിമിത്തം അവന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം ആശ്രയിച്ചു. ഈ വാക്യമാണ് എന്നെ ഇന്ത്യയെ കൊണ്ടുപോയത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം എന്റെ കുഞ്ഞുങ്ങൾ എന്തോന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ പറയും, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ദുർവർത്തമാന നിമിത്തം അവന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചിരിക്കും. കർത്താവിന്റെ ദാസന്റെ ഹസ്ബൻഡ് ആദരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബ്രദറിന്റെ കൂടെ കുമ്മനാട്ട് ഹൈസ്കൂളിൽ പഠിച്ചതാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വീടാ, കിഴിവരെ വീടാന്ന് പറയുന്ന സ്തോത്രം. പാസ്റ്റർ തമ്പി മാത്യു നോർത്ത് ഇന്ത്യയിലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഏതും ചെയ്യുവാൻ എല്ലാവർക്കും പരിചയമുള്ളത് ആ കർത്താവിന്റെ ദാസനാണ്. നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ തയ്യാറായിട്ട് ഇന്ത്യയിൽ പോയി പലയിടങ്ങളിൽ, ബംഗ്ലാദേശും അങ്ങനെ പല നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും പോയി. രാജസ്ഥാനിൽ പാസ്റ്റർ തോമസ് മാത്യുവിൻ്റെ കൂടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവരുടെ മക്കളെ ദൈവം മറക്കത്തില്ല. സത്യമായിട്ടാണ് നീ പറയുന്നത്. നേരിലുള്ളവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ദുർവർത്തമാന നിമിത്തം അവന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. കർത്താവിന് വിശ്വസ്തയോട് നോർത്ത് ഇന്ത്യയെ പ്രവർത്തിച്ചപ്പം വചനം എന്തോ പറയുന്നറിയാമോ? എന്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ആ കർത്താവിന്റെ ദാസിന്റെ മോനാണ് ഈ ഫ്ലോറിഡയിൽ നിന്ന് നാട്ടിൽ പോയി കഴിഞ്ഞ് കർത്താവിന്റെ ദാസിൽ നിന്ന് കേട്ടു. കല്യാണമൊക്കെ എനിക്ക് തോന്നുന്നു 4-ാമത്തെ വയസ്സിലെങ്ങാണ്ട് ഇന്ത്യക്ക് പോയതാ, പിന്നെ പോയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു 32-ാമത്തെ വയസ്സിൽ, പിന്നെ 27 വർഷം നാട്ടിൽ പോകാത്ത ഒരാൾ നാട്ടിൽ കല്യാണം കഴിക്കത്തില്ല. എന്നാൽ വചനം പറയുന്നത് അറിയാമോ? ഞാൻ കിഴക്കുന്ന ഒരു റാഞ്ചൽ പക്ഷിയെ പോലെ ദൂരദേശത്ത് നിന്ന് എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന ഒരു പുരുഷനെ തന്നെ ഫ്ലോറിഡായി വിളിക്കുന്നു. അങ്ങനെ കർത്താവിൻ ദാസിൻ ചെന്ന് കല്യാണം കഴിഞ്ഞ് ബാക്കി കർത്താവിൻ ദാസിൻ കേട്ടോ. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ ദാസിന്റെ മാതാവിനെയും പിതാവിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നേരിലുള്ളവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഇനി കർത്താവിന്റെ ദാസി നമ്മളോട് സാക്ഷ്യം പറയാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോട്ടിരുന്നാട്ട് 9:30 വരെയും സാക്ഷ്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. കർത്താവിന്റെ ദാസിയെ ദൈവം സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച് സിസ്റ്റർ എക്സാ. കേക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു കേൾക്കാമല്ലോ അല്ലേ? എല്ലാവർക്കും കേൾക്കാം.
കേൾക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഇന്ന് ഈ സമയത്ത് ഡാലസ് പ്രെയർ ലൈനിൽ എനിക്കും പങ്കുവരുവാൻ കർത്താവ് അടിയന്റെ ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിനൊന്നും ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരുവളാണ് ഞാൻ. എന്നാൽ കർത്താവിന്റെ നാമത്താൽ കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് കൊണ്ടുള്ള ആ യോഗ്യത മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ വിലയാണ് ഞാനും. അങ്ങനെ കർത്താവ് എന്നെയും വീണ്ടെടുത്ത് ഓർത്ത് എന്നെയും കണ്ടതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ സമപ്രായക്കാരായ അനേകര് ഈ ലോകത്തിന്റെ മുകളിൽ കുടുങ്ങി അവരുടെ ജീവിതങ്ങളൊക്കെയും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടിയനെയും കർത്താവിന് സ്നേഹിക്കുവാൻ തോന്നുന്നു. എന്നെയും തെരഞ്ഞെടുത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സാക്ഷ്യം ഞാൻ പറയണമെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് എന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തണം. എന്റെ മാതാവിന്റെ സാക്ഷ്യം ഒരു ഇൻട്രൊഡക്ഷനായി പറഞ്ഞാൽ മാത്രമേ എന്റെ സാക്ഷ്യം പൂർണ്ണമാകത്തുള്ളൂ. കാരണം എന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ എന്റെ മാതാവിന്റെ വിശ്വാസവും മാതാവിന്റെ പ്രാർത്ഥനയുമാണ് എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയ മാതാവിനെ എന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ മാതാവിന്റെ പേര് പൊന്നമ്മ എന്നാണ്. മമ്മി നാട്ടില് മണർകാട് എന്ന് പറയുന്ന പ്രദേശത്താണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അവിടുത്തെ യാക്കോബായ മണർകാട് പള്ളി എല്ലാവർക്കും സുപരിചിതമാണെന്ന് വിശ്വസിക്കുന്നു. ആ പള്ളിയിൽ ഒരു തികഞ്ഞ ഭക്തയായി ജീവിക്കുന്ന കാലയളവിൽ ചെറിയ പ്രായത്തില് 12 വയസ്സുള്ളപ്പോൾ എന്റെ മമ്മി ഒരു മർത്തോമ ഫാമിലിയിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കണം. അവിടെ വെച്ച് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനിടയായിത്തീർന്നു. തുടർന്ന് ഈ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന ടൈമില് കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി മുഖേന ഒരു പാസ്റ്ററേയും ഫാമിലിയും പരിചയപ്പെട്ട വചനം കേൾക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. എന്നാൽ മമ്മി സത്യവചനം മമ്മി വായിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ വചനത്തിൽ നിന്ന് അനേക ഡൗട്ടുകൾ മമ്മിക്ക് വന്നു, സ്നാനത്തെക്കുറിച്ചൊക്കെ. അങ്ങനെ ആ പാസ്റ്ററോടൊക്കെ ചോദിക്കുവാനും അങ്ങനെ സ്നാനപ്പെടുവാനും മമ്മിക്കിടയെ തുറന്ന് സ്നാനത്തോടനുബന്ധിച്ച് മമ്മി ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ ചുരുക്കമായിട്ടാണ് മമ്മിയുടെ സാക്ഷ്യം പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറയുകയാണ്. അങ്ങനെ മമ്മി ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഇറക്കി വിട്ടതിന് ശേഷം കല്ലുമല കുഞ്ഞുമൻചായന്റെ സഭയായി മമ്മീനൊരു സഭയുണ്ട്. അവിടെയാണ് മമ്മിയെ അവരവിടെ ചേർത്ത് കൊള്ളുവാനും ആ ഭാഷണീതിൽ മമ്മിക്ക് വളരുവാനും ഇടയായി തീർന്നു. അങ്ങനെ ചെറിയ പ്രായത്തിൽ 17-ാമത്തെ വയസ്സിൽ മമ്മി ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. അങ്ങനെ മമ്മി കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച സമയങ്ങളിൽ മമ്മി എടുത്ത 2 തീരുമാനങ്ങൾ. ഒന്ന്, മമ്മിക്ക് വിശ്വാസ ജീവിതം, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു ബൈബിളിൽ എന്ത് പറയുന്നത് അതുപോലെ വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ മമ്മി. ഇപ്പോഴും എനിക്ക് ആ കാര്യത്തിൽ എൻ്റെ മാതാവിനെ കുറിച്ചുള്ള സാക്ഷ്യം അതാണ്. ഒരു കാര്യം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ വചനം അതുപോലെ ഏറ്റെടുക്കും. അതിനകത്ത് അണു വീണ മമ്മി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തില്ല. ഇന്നും ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ഭക്തയായ ഒരു മാതാവിനെയാണ് ദൈവം എനിക്ക് നൽകി തന്നത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയും, വചനം അതുപോലെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മാതാവാണ് എൻ്റെ മാതാവ്. അതിനകത്ത് ഞാൻ ഇന്നും ദൈവസന്നിധിയിൽ വളരെ കൃതാർത്ഥിയായിരിക്കുന്നു. ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളാണ്. പ്രിയ മമ്മിക്കും പപ്പായ്ക്കും ദൈവം ദാനമായി കൊടുത്തതിൽ മൂത്ത പെൺപൈതലാണ് ഞാൻ. എനിക്ക് താഴെ 3 അനിയത്തിമാരുണ്ട്. അവർ നാട്ടിൽ കോട്ടയത്ത് ഇപ്പോൾ ദേവലോകത്തിനടുത്ത് ഒരു സ്ഥലത്ത് അവർ ശുശ്രൂഷയിലായിരിക്കുന്നു. ദിവാങ്കാവല എന്ന് പറയാം, അവിടെയാണ് ശുശ്രൂഷയിലായിരിക്കുന്നത്. ദൈവകൃപയാൽ ഒരു ചെറിയ സഭ അവിടെയുണ്ട്. ദൈവം അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ മമ്മി വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മമ്മി അന്ന് എടുത്ത ദൈവസന്നിധിയിൽ എടുത്ത 2 തീരുമാനമാണ്. ഒന്ന്, മരുന്നെടുക്കത്തില്ലെന്നുള്ള തീരുമാനം. അത് വചനത്തിൽ മമ്മി വായിക്കുന്നുണ്ട്. മമ്മി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തൊരു തീരുമാനമാണ്. അന്ന് മമ്മിക്ക് പെന്തിക്കോസ്തുകാരൊന്നും ആ ഏരിയയിലില്ല. എന്നാൽ മമ്മി വചനം പഠിച്ചപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നതിനാണെന്ന് അറിഞ്ഞത് അന്ന് മുതൽ മമ്മി ഇന്ന് ഈ നിമിഷം വരെ മമ്മി മരുന്നെടുത്തിട്ടില്ല. ഞങ്ങളെ 4 കുഞ്ഞുങ്ങളെയും മമ്മി പ്രസവിച്ചത് ഭവനത്തിലാണ്, വീട്ടിലാണ്. ഒരു മരുന്ന് പോലും എടുത്തിട്ടില്ല. മമ്മിയുടെ സാക്ഷ്യം വലിയ സാക്ഷ്യമാണ്. ഇതിന് ഇടയിൽ അനേക ആക്സിഡന്റുകൾ, മരണത്തിന്റെ മക്കോളം എത്തിയ അനുഭവങ്ങളൊക്കെ എൻ്റെ മമ്മിയുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി നിലനിന്ന ഒരു മമ്മിയാണ് എൻ്റെ പ്രിയ മാതാവ്. അതുകൊണ്ട് തന്നെ ഇന്നും അതിനുവേണ്ടി തന്നെ നിൽക്കുന്നു. ഞങ്ങളും 4 കുഞ്ഞുങ്ങൾ ഇതുവരെയും ഞാനിപ്പോൾ മരുന്നെടുക്കുന്നുണ്ട്. വാക്സിൻസ് ഒക്കെ എടുത്തു തുടങ്ങി. എന്നാൽ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ +2 കാലഘട്ടം വരെയും ഞങ്ങൾ 4 കുഞ്ഞുങ്ങളും ഇതുവരെ ഒരു വാക്സിൻസ് എടുത്തിട്ടില്ല. പോളിയോ പോലും എടുത്തിട്ടില്ല ഞങ്ങൾ 4 പേരും. അങ്ങനെ വിശ്വാസ ജീവിതം മമ്മി ഞങ്ങളെ പഠിപ്പിച്ചു എന്ന് തന്നെ പറയാം. മമ്മിയുടെ ജീവിതത്തിൽ ഞങ്ങളത് പഠിച്ചു. എന്ത് കാര്യവും ചെറിയ പ്രായം തൊട്ട് പ്രാർത്ഥിച്ച് മേടിച്ച ഒരാളാണ് എൻ്റെ മമ്മി. അതുകൊണ്ട് തന്നെ ഞങ്ങളെയും അത് തന്നെ പഠിപ്പിച്ചു. എൻ്റെ ചെറിയ പ്രായത്തിൽ മമ്മി എനിക്ക് പറഞ്ഞു തന്നൊരു അടിസ്ഥാന ഉപദേശമുണ്ട്. മോളെ, നിന്റെ ഏത് ആവശ്യവും ഞങ്ങളോട് പറയരുത്. ഏത് ആവശ്യം നിന്റെ സ്വർഗത്തിൽ നിന്റെ അപ്പനോട് പറയണം. ഏതൊരു വിഷയം വന്നാലും അപ്പനോട് പ്രാർത്ഥിക്കണമെന്ന് പറയാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയത് എൻ്റെ ലൈഫിൽ. ഏത് കാര്യവും കർത്താവിനോട് ആണ് ആദ്യം ഞാൻ പറയുന്നത്. ലോകത്തിലെ പിതാവിനോടോ മാതാവിനോടോ പറയാതെ കർത്താവിനോട് മാത്രം ചോദിച്ച് മേടിച്ച് ജീവിച്ച് വളർന്ന ഒരു പൈതലാണ് ഞാനും.
ഈ സമയം വരെയും എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ എൻ്റെ കർത്താവിനോട് പറയും. എൻ്റെ കർത്താവാണ് എനിക്ക് എല്ലാം നൽകി തന്നത്. അത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എൻ്റെ ഈ ലോകത്തിലെ പിതാവും മാതാവും ഈ ഭൂമിയിൽ ഒന്നും കരുതി വെച്ചിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടി, എന്നാൽ തന്നത് കർത്താവിനെയാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷ്യം, ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ എൻ്റെ പ്രിയ മാതാവ് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അന്ന് എൻ്റെ മമ്മിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സമയത്ത് വിവാഹമൊക്കെ പിന്നീട് ആലോചിച്ചൊക്കെ പ്രിയ കുടുംബങ്ങൾ തുടങ്ങി. കാരണം കുടുംബത്തിന് അന്ന് നാണംകേടാണല്ലോ, അല്ലെ മമ്മി തന്നെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ നാണംകേടാവുമെന്ന് വിചാരിച്ച് അവർ തിരികെ ഭവനത്തിൽ കൊണ്ടുവന്ന് അനേക നല്ല കല്യാണാലോചന പെന്തിക്കോസ്തിയും തന്നെ ആലോചിച്ചു. വീടും വസ്തുവും ഒക്കെ ഉള്ള ആള്. അന്ന് എൻ്റെ മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കല്യാണം ആലോചിക്കാം, എന്നാൽ എനിക്കൊരു ഡിമാൻഡേ ഉള്ളൂ പറയാൻ. ഈ ഭൂമിയിൽ ഒരു സെന്റ് സ്ഥലമോ വീടോ വസ്തുവോ ബാങ്ക് ബാലൻസോ ഒന്നുമില്ലാത്ത തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബീനായ ഏലിയാവിനെ പോലത്തെ ഒരു മനുഷ്യനായിരിക്കണം എനിക്ക് വേണ്ടി നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞു. എൻ്റെ മമ്മി പരിഹസിക്കാനിടയായിട്ടിരുന്നു. ഒരു പെൺകുട്ടികൾ ഇങ്ങനെ പറയുക, കയറി കിടക്കാൻ വീടില്ലാത്ത ഒരാൾ വേണമെന്ന് ആരും പറയത്തില്ല. നിനക്ക് പെന്തിക്കോസ്തിൽ പോയി വിശ്വാസം കൂടി അതിന്റെ ഭ്രാന്ത് പിടിച്ച് നീ പറയുന്നതാന്ന് പറഞ്ഞു. എന്നാ മമ്മി പറഞ്ഞു, അതുകൊണ്ടല്ല, എൻ്റെ ആഗ്രഹം ഒന്ന് മാത്രമാണ്, വിശ്വാസ ജീവിതം എന്തെന്ന് എനിക്ക് അറിയണം. എൻ്റെ കുഞ്ഞുങ്ങൾ, എനിക്ക് ദൈവം അനുവദിച്ച് നാളെ കുഞ്ഞുങ്ങളുണ്ടായാൽ അവരെ വിശ്വാസ ജീവിതം പഠിപ്പിക്കണം. അതിനൊരിക്കലും സ്വത്തും വസ്തു ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവർ ഒന്നുമില്ലായ്മ എന്ന് സകലത്തെയും വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു കർത്താവിനെ അവരെ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. ഇല്ലെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ അവരൊരിക്കലും വിശ്വാസ ജീവിതം പഠിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മമ്മി അങ്ങനെ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് മമ്മിക്ക് ഒരു ദർശനത്തിൽ പപ്പായെ കാണിച്ചു കൊടുത്തു. അപ്പൊ മമ്മിക്ക് അറിയാം ഇങ്ങനത്തെ ഒരാളാണ് മമ്മിയെ കാണാൻ വരുന്നു എന്നുള്ള കാര്യം അറിയാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അനേക കല്യാണാലോചനകൾ നടന്നില്ല. എന്നാൽ തക്ക സമയമായപ്പോൾ എൻ്റെ പിതാവുമായിട്ടുള്ള വിവാഹം നടക്കുവാനിടയായിത്തീർന്നു. ദൈവമക്കൾ അതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പപ്പായ്ക്ക് സ്വന്തം വീടോ വസ്തു ഒന്നുമില്ല. അവർക്ക് കുടുംബസ്വത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ പപ്പ ചെറിയ പ്രായത്തിൽ മരിച്ചതുകൊണ്ട് ഇവർക്കായിട്ടൊരു സ്വത്തും വസ്തു ഒന്നുമില്ല. എൻ്റെ പപ്പായുടെ അമ്മച്ചിക്ക് അന്നത്തെ കാലത്ത് കൊടുത്ത സ്ത്രീധനമായി കൊടുത്ത ആ വസ്തു അരീപ്രമ്പിൽ ഇപ്പോൾ ഉള്ള IPC സഭയ്ക്ക് കൊടുക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഇവർക്ക് ആകെയുള്ളത് 7 സെന്റ് സ്ഥലമാണ്. അതെന്റെ പപ്പാടെ അമ്മ ഇവരെല്ലാം കുടുംബമായിട്ട് താമസിക്കുന്നു. ഇവർക്കായിട്ടൊന്നുമില്ല. എന്നാൽ ദൈവം അവിടെയും വഴി തുറന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് എൻ്റെ പപ്പായും മമ്മിയും ജീവിതം തുടങ്ങി. അതുകൊണ്ട് ഗുണമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഓരോ കാര്യത്തിന് വേണ്ടി ഇപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിലും പ്രാർത്ഥിച്ചാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾക്ക് മേടിച്ചു തരുവാനൊന്നും ഒരു വകയും ഇല്ല. എന്നാൽ അന്ന് തൊട്ട് പ്രാർത്ഥിച്ച് മേടിച്ചത് കൊണ്ട് എനിക്ക് ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ മനസ്സിലായി, പ്രാർത്ഥിച്ച് നേടുന്നതിനെല്ലാം ഭയങ്കര മഹത്വമാണുള്ളത്. ഞാൻ എപ്പോഴും പറയും, പ്രാർത്ഥിച്ചു കിട്ടുന്നതെല്ലാം ബെസ്റ്റാണ്. ലേറ്റായിട്ട് ലഭിച്ചാലും അത് ഏറ്റവും ബെസ്റ്റ് എൻ്റെ കർത്താവ് നൽകി തരത്തുള്ളൂ. അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ മുന്നേറുന്നു. എൻ്റെ ഒരു വലിയ സാക്ഷ്യം പറയുവാനുള്ളത്, എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ അനേക കാര്യങ്ങൾ, ചെറിയ പ്രായം തൊട്ട് അനേകം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കേണ്ടതിന് എൻ്റെ ജീവിതത്തിൽ വളരെ ചേഞ്ച് വരുത്തിയ ചില സാക്ഷ്യങ്ങൾ മാത്രം അതിൻ്റെ കൂടെ കൂട്ടുവാൻ ആഗ്രഹിക്കും. എൻ്റെ വിവാഹ സാക്ഷ്യം ഞാൻ പറയാം. എന്നാൽ അതിനു മുമ്പായി ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പഠിച്ചതൊക്കെ വലിയ സാക്ഷ്യങ്ങളാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിനൊന്നും യോഗ്യതയില്ല. ഞങ്ങൾ പാർട്ടനേജുകളാണ് താമസിച്ചത്. അന്നൊക്കെ ചർച്ചിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന സഭകളൊക്കെ വളരെ തുച്ഛമായ വരുമാനം മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലും 100 രൂപ മാത്രം സ്തോത്രാഴ്ച കിട്ടിക്കൊണ്ടിരുന്ന കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അന്ന് 300 രൂപ ഫീസ് കൊടുത്ത് പഠിക്കണം. എന്നാൽ എങ്ങനെ പഠിക്കുന്നൊന്നും അറിയത്തില്ല. എന്നാൽ ദൈവം പറയാൻ ഉള്ളൂ. കർത്താവ് തക്ക സമയത്ത് വഴികളെ തുറന്നു. അങ്ങനെയാണ് ഞാൻ പഠിക്കുവാനിടയായി തീർന്നത്. പ്രിയ ദൈവമക്കളെ, +2 വരെ ഒരു മുടക്കവും കൂടാതെ പഠിക്കുവാൻ കർത്താവ് കൃപ നൽകി തന്നു. അതിനുശേഷം എങ്ങോട്ട് പോകും, എന്തിനു പോകും എന്നുള്ള ഒരു വലിയ ചോദ്യം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായി തീർന്നു. കാരണം പഠിക്കുവാൻ വേണ്ടി പൈസ ഒന്നും സേവ് ചെയ്തിട്ടില്ല. ഒരു ബാങ്കിലും അക്കൗണ്ട് ഇല്ല, സേവിങ്സ് ഇല്ല. എങ്ങനെ പഠിക്കും എന്നുള്ള ചോദ്യം. അപ്പോൾ എനിക്ക് ടീച്ചറാകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ വേണമെങ്കിൽ വല്ല ഡിഗ്രിയും എടുത്ത് BA ഒക്കെ എടുത്ത് ടീച്ചിങ് കോഴ്സിനോ എന്തെങ്കിലും പോയി ഞാൻ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ ദൈവസന്നിധിയിൽ ആലോചന ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ ദൈവസന്നിധി ഇരുന്ന സമയത്ത് ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെടുവാനിടയായി തീർന്നു, ഞാൻ നഴ്സിങ്ങിന് പോകണമെന്ന്. അപ്പോൾ അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ ഇന്ന് വരെ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോകുകയോ നഴ്സുമാർ എന്താണോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ആ പ്രൊഫഷൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ പ്രൊഫഷനെ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ടീച്ചർ ആകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് പറ്റത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വീണ്ടും ഒരു കാര്യം, ദൈവം പറയുന്നത് ചെയ്താൽ അതിന്റെ പിമ്പിൽ ദൈവത്തിനാണ്. ദൈവത്തിൽ സമർപ്പിച്ചു. ആ ദൗത്യം ഏറ്റെടുക്കാൻ ഇടയായി തീർന്നു. എന്നാൽ അടുത്ത ചോദ്യം ഇത്. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, മോളെ ഇതുവരെ ദൈവമല്ലേ നടത്തിയത്, നമുക്ക് ദൈവസന്നിധി ഉപവസിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനും പ്രിയ പപ്പായും മമ്മിയും ദൈവസന്നിധി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്ത് ഉപവസിക്കുവാൻ തുടങ്ങി.
ലോൺ എടുക്കണം എന്നുള്ള ഒരു തീരുമാനമേ ഉള്ളൂ മുമ്പിൽ. കാരണം വേറെ ഒന്നുമില്ല. പക്ഷെ ലോൺ എടുത്താൽ കാരണം വീടില്ല, വസ്തുവില്ല, ഒന്നുമില്ല, എങ്ങനെ ലോൺ എടുക്കും? അതാണ് ഏറ്റവും വലിയ ചോദ്യം. എന്നാൽ ചുമ്മാ ഒന്ന് ചോദിക്കാം എന്നോർത്ത് ഞാനും പപ്പായും കൂടെ മണർകാട് SBTയിലാണ് ഒരു ദിവസം ചെല്ലുവാനിടയായി തീർന്നു. അവിടെ ചെന്നപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ ലോൺ വന്നിട്ടുണ്ട്. കാരണം എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നിരിക്കുന്ന സമയമാണ്, അടുത്ത കോഴ്സിലോട്ട് ചേരണം. അപ്പൊ എല്ലാവരും ഓരോരുത്തർ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ പറയുന്നത്, അവിടെ ഇരിക്കുന്ന മാനേജർ ഒരു ഇച്ചിരി ടഫായ ഒരു പേഴ്സൺ ആണ് ഈ ലോൺ സെക്ഷനിൽ ഇരിക്കുന്നത്, അദ്ദേഹം ഒരു ഇച്ചിരി ടഫ് പേഴ്സൺ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവരും വിശപ്പത്തോടെ ഇറങ്ങുന്നുണ്ടപ്പോൾ പപ്പ എന്നോട് ചോദിച്ചു, മോനെ കയറണോ? നമുക്ക് ഒന്നാമതേ ഇവർക്കൊക്കെ എന്തെങ്കിലും ഉണ്ട് കാണിക്കും, നമുക്ക് വീടോ വസ്തു ഒന്നും ഇല്ല താനും. അപ്പം പിന്നെ ഇങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഞാൻ പറഞ്ഞു, പപ്പ സാരമില്ല, നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കയറാം. അങ്ങനെ പ്രാർത്ഥിച്ചു. മമ്മി ഇറങ്ങാൻ നേരത്തെ എന്നോട് ഒരു വാക്കും പറഞ്ഞു, മോളെ അവിടെ നീ ഒറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് എനിക്ക് മുമ്പായിട്ട് എൻ്റെ ദൂതനെ അയക്കണം. അങ്ങനെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവ് എനിക്ക് മുമ്പായിട്ട് ആ റൂമിൽ നിന്റെ ദൂതനെ അയക്കണമേ, എനിക്ക് വേണ്ടി സാഹചര്യങ്ങൾ അനുകൂലമാക്കി തരണമേ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ലോണാണോ വന്നത്? അതെ. അപ്പം പെട്ടെന്ന് എന്നോട് ചോദിച്ചു, എത്ര മാർക്കുണ്ട്? ഞാൻ എൻ്റെ ഒന്നും മിണ്ടാതെ തന്നെ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അദ്ദേഹത്തിന്റെ ടേബിളിലേക്ക് വെച്ചു. അദ്ദേഹം സർട്ടിഫിക്കറ്റിലേക്ക് നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി, സർട്ടിഫിക്കറ്റ് നോക്കും, വീണ്ടും എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തോ ഈ പേരെന്ന് ചോദിച്ചു. ബിക്കോസ് എൻ്റെ പേര് അക്സ എന്നാണ്, പക്ഷെ എൻ്റെ സ്പെല്ലിങ് AXA എന്നാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേര് കാണുന്നത്, എന്താ ഈ പേരിന്റെ അർത്ഥം എന്ന്, ഇത് എവിടുന്നാ കിട്ടിയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പേര് ബൈബിളിലെ പേരാണ്. അപ്പൊ അദ്ദേഹം ഒരു നായരാണ്, പക്ഷെ അദ്ദേഹം ബൈബിൾ വായിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ടല്ലോ, ഇന്ന് വരെ ഞാൻ ഈ പേര് കണ്ടിട്ടില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഡ്രോയറിൽ നിന്ന് ഒരു ബൈബിൾ എടുത്ത് മേളിൽ വെച്ചു. എന്നിട്ട് ചോദിച്ചു, ഒന്ന് എടുത്ത് കാണിക്കോ പേരെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് യോശുവയുടെ പുസ്തകം എടുത്ത് ഞാൻ ആ പേരെടുത്തു കാണിക്കുവാനിടയായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആ ചെയറിൽ എടുത്തിട്ട് അദ്ദേഹം ആ പാസേജ് വായിക്കുവാനിടയായിത്തീർന്നു. പാസേജ് വായിച്ചതിന് ശേഷം അദ്ദേഹം എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നല്ലൊരു ക്യാരക്ടർ ആണല്ലോ ബൈബിളിൽ ഈ അക്സ എന്ന് പറയുന്നത്, അതുപോലെ തന്നെയാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ അതുപോലെ തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ആ അക്സ തന്റെ സ്വന്തം അപ്പന്റെ അടുക്ക വന്ന് ചോദിച്ചു, അവകാശമായി ചോദിച്ചു, നീ എനിക്ക് തന്ന സ്ഥലത്ത് നീരുറവകൾ ഇല്ല, അവിടെ എനിക്ക് നീരുറവയുള്ള സ്ഥലം തരണമെന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ എന്റെ ലോകത്തിലെ പപ്പായോട് ഒന്നും ചോദിക്കാറില്ല, ഞാൻ എന്റെ സ്വർഗത്തിലെ അപ്പനോടാണ് എന്റെ ആവശ്യങ്ങളെല്ലാം പറയുന്നെന്ന് പറഞ്ഞു. അത് ആ വാക്ക് അദ്ദേഹത്തെ ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. അപ്പൊ അവിടെ ഇരുന്ന് പിന്നെ അദ്ദേഹം വളരെ സൗമ്യനായിട്ട് വളരെ കാഷ്വൽ ആയിട്ട് എന്നോട് സംസാരിക്കാനിടയായി തീർന്നു. അവിടെ ഇരുന്ന് കുറച്ച് അനുഭവങ്ങളൊക്കെ, എനിക്ക് സ്കൂൾ അഡ്മിഷൻ കിട്ടിയ അനുഭവങ്ങളൊക്കെ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഈ സാക്ഷ്യങ്ങൾ ഓരോന്നും കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന മാറ്റം എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇവിടെ വന്ന നഴ്സിംഗ്, പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് വീടില്ല, വസ്തുവില്ല, ഞങ്ങൾക്കൊന്നുമില്ല. വിശ്വാസത്താലാണ് ഇന്ന് വരെ നടന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് അഡ്മിഷൻസ് കിട്ടിയത് പഠിച്ചതും എല്ലാം അങ്ങനെയാണ്. ഇന്ന് വരെ ദൈവമാണ് നടത്തിയത്. അതുകൊണ്ട് എനിക്ക് ലോൺ കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല. എന്നാൽ ദൈവം പറഞ്ഞു നഴ്സിംഗിന് പോകാൻ, ആ വാക്കിന്റെ മുമ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നുമില്ലാതെ കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും മോക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയോ മോളുടെ ലൈക്ക് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് ജാമ്യത്തിൽ നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് അങ്ങനെ ആരുമില്ല, ഞങ്ങൾക്ക് ലോൺ തരുവാൻ ലോൺ എടുക്കാനുള്ള യാതൊരു ഫെസിലിറ്റീസും ഞങ്ങളുടെ കയ്യിലില്ല, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിന്ന് പറയുവാനും ഞങ്ങൾക്ക് ആരുമില്ല, റെക്കമെൻഡേഷൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആകെയുള്ള റെക്കമെൻഡേഷൻ സ്വർഗത്തിലെ ദൈവമാണെന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും എന്നെ നോക്കി ചിരിച്ചു വന്നിട്ട് പറഞ്ഞു, മോള് 2 ദിവസം കഴിഞ്ഞ് വാ, ഞാൻ വിളിച്ച് പറയാം ഡീറ്റെയിൽസ്. എന്തായാലും ഈ ഫോം ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഫോംസ് ഒക്കെ ഫില്ല് ചെയ്തു. ഏത് കോളേജിലാണ് പഠിക്കാൻ പോകുന്ന, ഞാൻ എൻ്റെ കോളേജ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ പപ്പായുടെ ഫോണിൽ വിളിച്ചു, ഞങ്ങളോട് പറഞ്ഞു ഇവിടം വരെ വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ദൈവമക്കൾ, അതാണ് എനിക്ക് ബൈബിൾ വചനത്തിൽ, നമ്മുടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്യത്തിന്റെയും പ്രാധാന്യം അപ്പോഴാണ് മനസ്സിലായത്. രാജാവിന്റെ മനസ്സ് ദൈവസന്നിധിയിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. ദൈവം തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കാണ് അത് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സോട് പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായിത്തീർന്നു. 2 ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിൽ മൊത്തം എന്നെക്കുറിച്ചുള്ള ചിന്തകൾ വരുവാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങൾ വരുവാനിടയായിത്തീർന്നു. അദ്ദേഹം അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ വാക്കിതാണ്, മോളെ ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിനെ കാണുന്നത്, അതും ഈ ചെറിയ പ്രായത്തില്. അതുകൊണ്ട് തന്നെ എനിക്ക് മോളെ കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ ഹൃദയത്തിൽ വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് ലോൺ എടുക്കാൻ ഒരു ഇതില്ലെന്ന് എനിക്കറിയാം, എന്തായാലും നിങ്ങളുടെ കുടുംബത്തിലേക്ക് എൻ്റെ പപ്പാടെയൊക്കെ പേരിലേ ഉള്ളൂ, ഞങ്ങളുടെ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തോട് പറയുവാനിടയായി തീർന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ ഓൺ റിസ്കിൽ ഞാൻ മോൾക്ക് ലോൺ എഴുതി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഓൺ റിസ്കിലാണ് ദൈവമക്കളെ എനിക്ക് ലോൺ കിട്ടുവാനിടയായി തീർന്നത്.
അങ്ങനെ ലോൺ ദൈവം എനിക്ക് നൽകി തന്നു. അതൊരു വലിയ സാക്ഷ്യമായി ഞാൻ ഇന്നും എന്റെ മനസ്സിൽ കരുതുന്ന ഏറ്റവും വലിയൊരു ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എനിക്ക് ലോൺ ലഭിച്ചു. 4 വർഷക്കാലം പഠിക്കുവാനും നല്ല വിജയത്തോടുകൂടെ കരസ്ഥമാക്കി പാസ്സാവാൻ ഇടയായി തീർന്നു. എന്നാൽ ലോൺ അടയ്ക്കുവാനുള്ള വക മാത്രം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പഠിച്ചു കഴിഞ്ഞ് എനിക്ക് എന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ തന്നെ ടീച്ചറായിട്ട് ഞാൻ ജോലി കയറുന്നാൽ തുച്ഛമായ വരുമാനം മാത്രമേ ഉള്ളൂ. എനിക്ക് ഏകദേശം 5000 രൂപയായിരുന്നു ആദ്യത്തെ എന്റെ സാലറി. എന്നാൽ എന്റെ വീടിന്റെ അന്നത്തെ വാടക 5000 രൂപയാണ്. എന്റെ അനിയത്തിമാരെ 3 കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, അവരെ പഠിപ്പിക്കണം, അങ്ങനെ അനേക ആവശ്യങ്ങൾ, വീട്ടു ചെലവ് നടത്തണം, അങ്ങനെ അനേക കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. എന്റെ ഈ പൈസ കൊണ്ട് എനിക്ക് ലോണിന്റെ ഇൻട്രസ്റ്റ് പോലും അടയ്ക്കുവാൻ എനിക്ക് കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ 2-3 വർഷം എനിക്ക് ലോൺ ഇൻട്രസ്റ്റ് പോലും അടയ്ക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ അടച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ബാങ്കിൽ നിന്നൊരു നോട്ടീസ് വരുവാനിടയായി തീർന്നു. ബാങ്കിന് അറ്റ്ലീസ്റ്റ് ഇൻട്രസ്റ്റ് എങ്കിലും അടയ്ക്കണം, അറ്റ്ലീസ്റ്റ് 25,000 എങ്കിലും ഉടനെ അടയ്ക്കണം എന്ന് പറഞ്ഞു 2013 എനിക്ക് നോട്ടീസ് വന്നു. അപ്പൊ ഞാൻ ദൈവസന്നിധി, കർത്താവെ എന്ത് ചെയ്യും? ലോൺ അങ്ങാണ് തന്നു, ഇത് അടയ്ക്കുവാൻ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ഞാൻ അടയ്ക്കാത്തതല്ല, എന്റെ കയ്യിൽ ഇല്ല കർത്താവെ എന്ന് ദൈവസന്നിധി കരയുവാനിടയായി തീർന്നു. അങ്ങനെ ഇരുന്നപ്പോൾ 25,000 രൂപ അടയ്ക്കണം. അപ്പോൾ ഒരു വകയുമില്ല. 3 ദിവസം ഞങ്ങളുടെ മുമ്പിൽ സമയമുള്ളൂ. അപ്പൊ മമ്മി പറഞ്ഞു, മോളെ നീ ഒട്ടും വിഷമിക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴൊക്കെയും നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉപവാസാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ട് നീങ്ങിയിരുന്ന വചനത്തിലുണ്ടല്ലോ, നമുക്ക് ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനും അതിന്റെ പപ്പായും മമ്മിയും അടിന്റെ സഹോദരങ്ങളും ഞങ്ങൾ എല്ലാവരും കുടുംബമായി 6 മണി വരെ ദൈവസന്നിധി വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കാനും ഇടയായിട്ട്. അതൊരു ശനിയാഴ്ച ദിവസമാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞങ്ങൾ വെള്ളം പോലും കുടിക്കാതെ ദൈവസന്നിധി ഇരിക്കുവാൻ തീരുമാനമെടുത്തു. ഞങ്ങൾ അടിയനും പ്രിയ മാതാവും പിതാവും മാത്രം 6 മണി വരെ വെള്ളം പോലും കുടിക്കാതിരുന്നു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമക്കളെ, അന്ന് രാത്രിയിൽ ശനിയാഴ്ച രാത്രി ഞങ്ങളുടെ ചർച്ചിൽ കാത്തിരിപ്പ് യോഗമുണ്ട്. കാത്തിരിപ്പ് യോഗത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിന്റെ തൊട്ട് പുറകിലാണ് എന്റെ മമ്മിയുടെ അമ്മാച്ചന്മാർ താമസിക്കുന്നത്. അവരൊക്കെ യാക്കോബയിലാണ് ഇന്നും. അവിടുത്തെ ഒരു ചേച്ചിയുണ്ട്, മമ്മിയുടെ കസിൻ സിസ്റ്ററാണ്. ആ ആന്റി മമ്മിയെ കാണുവാനിടയായിരുന്നു. വഴിയിൽ വെച്ചപ്പോൾ പറഞ്ഞു, വീട് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. മമ്മി അവിടെ ചെന്നു. ഒരു വിഷയം പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞു. മമ്മി പ്രാർത്ഥിച്ചു. പോരാൻ നേരത്ത് മമ്മിയുടെ കയ്യിൽ എന്തോ കൊടുത്തു. മമ്മി ഇങ്ങനെ പോന്നു. വീട്ടിൽ വന്ന് തുറന്നു നോക്കിയപ്പോൾ പൈസയോ അങ്ങനെയൊന്നും അല്ല, എന്നാൽ ചെറിയൊരു പൊതിയാണ്. മമ്മി അത് തുറന്നു നോക്കിയപ്പോൾ ഒരു ലോക്കറ്റാണ്, ഒരു സ്വർണ്ണ ലോക്കറ്റ്. മമ്മി പെട്ടെന്ന് സൂസൻ എന്ന് പറഞ്ഞ ആന്റിയാണ്, കസിൻ ആന്റിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാ സൂസ ഞങ്ങൾക്ക് ഈ ലോക്കറ്റ് തന്നെ? പറഞ്ഞു, അമ്മാമ്മേ, എന്റെ കയ്യില് എനിക്ക് തരുവാനൊന്നുമില്ല പൈസയായിട്ട്, ആകെ ഉള്ളായിരുന്നു ഇതാണ്. എനിക്കറിയത്തില്ല അത് എത്ര പവൻ വരും, എന്നാൽ എന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിച്ചുകൊണ്ടിരിക്കുക, പൊന്നമ്മ ആന്റിക്ക് അത് തരണമെന്ന്, അതുകൊണ്ടാണ് ഞാനിത് തന്നെന്ന് പറഞ്ഞു. സൗദിയിലെ ലോക്കറ്റാണ്, നല്ല വില കിട്ടും. എനിക്ക് പക്ഷെ അറിയത്തില്ല, എന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ആന്റിക്ക് തരണമെന്ന്, അതുകൊണ്ട് തന്നാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ സ്വർണ്ണം കിട്ടിയിട്ട് എന്തെടുക്കാനാ? ഞാനും പപ്പായും മമ്മി ഇങ്ങനെ കണ്ണി നോക്കിയിട്ട് എന്ത് ചെയ്യും? എന്നാൽ പിറ്റേ ദിവസം മമ്മി ഒരു മണർകാട്ട് തന്നെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ യാക്കോബക്കാർ കൂടുന്നൊരു കൂട്ടായ്മ മീറ്റിംഗ് ആണ്. അതിൽ മമ്മി പോയി പ്രസംഗിക്കാറുണ്ട്. അങ്ങനെ ആ മീറ്റിംഗിൽ മമ്മി കടന്നു ചെന്നപ്പോൾ അവിടുത്തെ അമ്മച്ചിയോട് ഈ സാക്ഷ്യം പറയുവാനുണ്ട്. അപ്പോൾ ഞാൻ ലോൺ എടുത്ത ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ വീട്. അപ്പോൾ ഈ കൂട്ടായ്മ നടക്കുന്ന വീട്. അപ്പോൾ ഞാനും പോയിട്ടുണ്ട് മമ്മിയുടെ കൂടെ ആ മീറ്റിങ്ങിന്. അന്ന് ലീവ് ആയിരുന്നുകൊണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്ന ടൈമില് മമ്മി ഈ അമ്മച്ചിയോട് ഈ കാര്യം പറഞ്ഞു, ഈ ലോക്കറ്റിന്റെ പേര്. അപ്പൊ അമ്മച്ചി പറഞ്ഞു, മോളെ ലോക്കറ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. മമ്മി ആ ലോക്കറ്റ് കാണിച്ചു പറഞ്ഞു, പൊന്നമ്മ ഇത് ഞാൻ എടുത്തോളാം ഈ ലോക്കറ്റ്, കാരണം ഇത് നല്ല വിലയുള്ള നല്ല ഒറിജിനൽ സ്വർണ്ണം, ഇത് ഞാൻ എടുത്തോളാം, ഇതിന്റെ കാശ് ഞാൻ പൊന്നമ്മയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവമക്കളെ, ഞങ്ങൾക്ക് അറിയത്തില്ല എത്ര കിട്ടുമെന്ന്. എനിക്ക് ഈ തിങ്കളാഴ്ച ദിവസം 10 മണിക്കിപ്പുറം ഞങ്ങൾക്ക് പൈസ കിട്ടണം. എന്നാലേ 10 മണിയാകുമ്പോൾ ബാങ്കിൽ കൊണ്ട് 25,000 രൂപ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഈ തിങ്കളാഴ്ച ദിവസം രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. അമ്മച്ചി ഈ ലോക്കറ്റ് എടുത്തിട്ട് മരുമോടെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ തൊട്ട് താഴെയുള്ള സ്വർണ്ണക്കടയിൽ ഒന്നും കൊണ്ട് ചോദിക്കുന്നത് എത്ര പവനുണ്ട്, എത്ര രൂപ കിട്ടുമെന്ന്. ദൈവമക്കളെ, കറക്റ്റ് 25,000 രൂപയുടെ മുതലുണ്ടായിരുന്നത്. ഞങ്ങളുടെ കയ്യിലേക്ക് അമ്മച്ചി 25,000 രൂപ തന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് മോളുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഇൻട്രസ്റ്റ് അടയ്ക്കാനിടയായി തീർന്നു. അതാണ് ആദ്യത്തെ സാക്ഷ്യം. എന്നാൽ ഏറ്റവും വലിയ സാക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം പലപ്പോഴും ഞാൻ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ എനിക്ക് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും അടയ്ക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ വന്നില്ല. ഞങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, എന്നാൽ പൈസ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇന്നും ഓർത്ത്, കർത്താവേ, ഒരു വട്ടം മാത്രം കർത്താവേ അങ്ങ് വഴി തുറന്നു, ബാക്കി ഇൻട്രസ്റ്റുകൾ അടയ്ക്കാൻ നോട്ടീസ് വന്നിട്ട് എനിക്ക് അടയ്ക്കുവാൻ കഴിയുന്നില്ലോ. ഇതൊരു ഭീമമായ തുകയായിട്ടുണ്ടല്ലോ കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു ദൈവദാസൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പെട്ടെന്ന് നമുക്ക് മറുപടി തരും. ചിലത് കർത്താവ് യെസ് എന്ന് പറയും, ചിലത് നോ എന്ന് പറയും, ചിലത് വെയിറ്റ് എന്ന് പറയും. ഈ വെയിറ്റിംഗ് പീരീഡ് ആണ് ഏറ്റവും കഷ്ടം. കാരണം നമുക്ക് യെസ് ആണോ നോ ആണോ എന്ന് അറിയത്തില്ല. വെയിറ്റ് ചെയ്യുവാൻ കർത്താവ് പറയുമ്പോൾ ആ വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ വളരെ ക്ഷമയോടുകൂടി ഇരുന്നാൽ മാത്രമേ കർത്താവിന്റെ ഹൃദയം എന്തെന്ന് നമ്മൾക്ക് അറിയത്തുള്ളൂ. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു സമയമാണത്. കർത്താവിലുള്ള വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നറിയുന്ന സമയമാണ്. ആ സമയത്ത് ആ വചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാ എന്നോട് ഇടപെട്ടു, നിന്റെ വെയിറ്റിംഗ് പീരീഡ് ആണിത്.
ഞാൻ ചെയ്യുവാൻ പോകുന്ന മഹത്വം നീ കാണണമെങ്കിൽ നീ ക്ഷമയോടുകൂടെ എന്റെ സന്നിധിയിലിരിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്തോ അത്ഭുതം പ്രവർത്തിപ്പാറുണ്ട്. ഞാൻ ദൈവസന്നിധി അന്നും ആഴ്ചയിൽ ഒരു ദിവസം ദൈവസന്നിധി ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ, അങ്ങനെ ഉപയോഗിച്ച് പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. ദൈവമക്കളെ 2014 ദൈവം വലിയൊരു അത്ഭുതം എന്റെ ജീവിതത്തിൽ ചെയ്തു. അതെന്താണെന്നറിയാവോ? ആ സമയത്ത് അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ നിലവിൽ നിന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റുകളെല്ലാം എഴുതി തള്ളുവാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്റെ പപ്പ പറഞ്ഞു, മോളെ നീ ഒന്ന് നോക്കിക്കേ, നിന്റെ ടൈം പീരീഡ് അതിനകത്തുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പം ശരിയാണ്, 2006 തൊട്ട് ലോൺ എടുത്ത എല്ലാ കുഞ്ഞുങ്ങളുടെയും വിദ്യാഭ്യാസ വായ്പ ഗവൺമെന്റ് എഴുതി തള്ളുവാന്ന് പറഞ്ഞു. ദൈവമക്കളെ, അത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കർത്താവ് അത് എനിക്ക് വേണ്ടി ചെയ്താണ്. ഞാൻ ഓർത്ത ഒരു കാര്യമാണ്, എന്റെ കൂടെ ഉണ്ടായിരുന്ന അനേക കുഞ്ഞുങ്ങൾ ഇൻട്രസ്റ്റുകൾ അടച്ചുപോയി. എന്നാൽ എനിക്ക് അടയ്ക്കാനുണ്ടായിട്ട് അടയ്ക്കാഞ്ഞതല്ല, എനിക്കില്ലായിരുന്നു, അതുകൊണ്ട് അടച്ചില്ല. എന്നാൽ ദൈവമക്കളെ, തക്ക സമയമായപ്പോൾ എന്റെ ഇൻട്രസ്റ്റ് മൊത്തം എഴുതി തള്ളുവാനിടയായിത്തീർന്നു. ഏകദേശം 1.25 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് മൊത്തം ഗവൺമെന്റ് എഴുതി തള്ളി. പിന്നെ മുതൽ മാത്രം അടച്ചാൽ മതി, 3 ലക്ഷം രൂപ. ഞാനെപ്പോഴും വളരെ ഭാരപ്പെട്ട് വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവ് ഈ 3 ലക്ഷം രൂപ ഞാൻ എങ്ങനെ ലോൺ അടച്ചു തീർക്കും? ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെ ഇത് അടച്ചു തീർക്കും? അന്ന് മമ്മി പറഞ്ഞു, മോളെ ഇൻട്രസ്റ്റ് എഴുതി തള്ളുവാൻ കർത്താവിന് കഴിയുമെങ്കിലാണോ നിന്റെ മുതല്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ദൈവമക്കളെ, ദൈവം ചെയ്തൊരു അത്ഭുതം ഞാൻ പറയാം. എന്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിവാഹം കഴിഞ്ഞ സമയത്ത് അമേരിക്കയിൽ നിന്നാണുള്ള വിവാഹം. അപ്പം ഞാൻ ഓർത്തു ഇവിടെ വന്ന് ജോലിയൊക്കെ ചെയ്ത് എന്റെ മുതൽ അടയ്ക്കാം. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞു, 2016 കഴിഞ്ഞു. എന്നാൽ അതുവരെ ഞാൻ ബാങ്കിലോട്ട് പോയിട്ടില്ല, ഈ ലോണിനെ കുറിച്ച് ഒന്നും അന്വേഷിച്ചോ ഒന്നും ചെയ്തില്ല. എന്നാൽ ഇങ്ങോട്ടുള്ള അമേരിക്കൻ ടോസ് നടന്ന സമയത്ത് ആരോ എന്നോട് പറഞ്ഞു, മോളെ ഇവിടെ ലോണും എന്തെങ്കിലും പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് പോകണം, അല്ലെ വല്ല കേസും കാര്യങ്ങളൊക്കെ ആവുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പ നമുക്കായിട്ട് ഒരു പ്രശ്നം ഒന്നും വേണ്ട, നമുക്കൊന്ന് ബാങ്കിൽ പോയി അന്വേഷിക്കാം ഇപ്പൊ എത്ര രൂപ ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇപ്പൊ എല്ലാവരും മാറി, പുതിയ പുതിയ ആൾക്കാർ വന്നു തുടങ്ങി. ഞങ്ങൾ അവിടെ ചെന്ന് ഒരു സെക്ഷനിൽ ചെന്ന് ചോദിച്ചു, എനിക്ക് ഇതുപോലെ ലോണിന്റെ കാര്യം അറിയാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പാസ്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് ആ പാസ്ബുക്കും അതെല്ലാം കൊടുക്കുവാനിടയായിരുന്നു. അദ്ദേഹം നോക്കിയിട്ട് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മോളെ ഇങ്ങനത്തെ ഒരു ലോൺ ഇവിടെ നിലവിലില്ലെന്നാണല്ലോ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടെ തന്നെയാണ് ലോൺ എടുത്തത്. ഈ ബുക്ക് കണ്ടില്ലേ, ഇത്രയും വർഷം എടുത്ത ചെക്കും എല്ലാം ഞാൻ കാണിക്കുവാനുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് സത്യമാണ്, നിങ്ങൾ ഇവിടെ നിന്നാണ് എടുത്തത്. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഞങ്ങൾ SBT സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആയിരുന്ന സമയത്താണ് ലോൺ എടുത്തത്. എന്നാൽ അതെല്ലാം ഇപ്പൊ ക്ലബ് ചെയ്ത് SBI മാത്രമായി ഇപ്പോൾ മാറി. അപ്പോൾ ഒത്തിരി കടങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കുറെയൊക്കെ അവർ എഴുതി തള്ളുവാൻ ഇടയായിത്തീർന്നു. ഇനി ആ കാറ്റഗറിയിൽ മോളുടെ വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കുറെ കൃഷി വായ്പകളും വിദ്യാഭ്യാസ ലോണുകളും ഒക്കെ പഴയതൊക്കെ ലൈക്ക് അവർ എഴുതി തള്ളി. അതുകൊണ്ട് ഇനി എഴുതി തള്ളിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ചിലതൊക്കെ റിലയൻസുകാർ ഏറ്റെടുത്തു. ഇനി ആ കൂട്ടത്തിൽ മോളുടെ വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്തായാലും മോളുടെ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനൊരു അക്കൗണ്ട് നിലവിലില്ലെന്നാണ് പറയുന്നത്. അതായത് മോള് ലോൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു തെളിവ് ഇവിടെ ശേഷിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ എനിക്ക് പൈസ വന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ എന്ത് ചെയ്യും? പറഞ്ഞു, അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ട് പോലും ഇവിടെ നിലവില്ല, അത് മൊത്തം ഇവിടെ ക്ലോസ് ചെയ്തു, ഇപ്പൊ ഞങ്ങളുടെ ഇതിൽ ഇതൊന്നും കാണിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പപ്പായെ നോക്കിയിട്ട് പറഞ്ഞു, പപ്പ ഇത് എന്തൊരു അത്ഭുതമാണ്, അങ്ങനെ ലോൺ എടുത്തതിനായിട്ട് പോലും തെളിവ് പോലും ഇല്ലാതെ ഇതെങ്ങനെ ദൈവം ചെയ്യും? എനിക്കറിയത്തില്ല അത് എങ്ങനെ ദൈവത്തിന് നന്ദി പറയണമെന്ന്. കാരണം ഞാൻ 2007 ലോൺ എടുക്കുന്നത്. എന്നാൽ ഇൻട്രസ്റ്റ് ദൈവം എഴുതി തള്ളി. എന്റെ മുതൽ 3 ലക്ഷം രൂപ എങ്ങനെ അടയ്ക്കുമെന്നോർത്ത് വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ അത് കഴിഞ്ഞ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് എഴുതി തള്ളിയതിന്റെ കൂട്ടത്തിൽ ആയിരിക്കാം മേ ബി മോളുടെ, അതുകൊണ്ട് ഇവിടെ ഒരു എവിഡൻസും അവർ വെച്ചിട്ടില്ല എന്ന് പറയുവാനിടയായി. ദൈവമക്കളെ, അങ്ങനെ എന്റെ എഡ്യൂക്കേഷൻ ലോൺ മൊത്തം ഗവൺമെന്റ് എഴുതി തള്ളി. എനിക്ക് 1 രൂപ പോലും അടയ്ക്കേണ്ടി വന്നിട്ടില്ല. അത് ഒരു അത്ഭുത സാക്ഷ്യമാണ്. രണ്ടാമത്തെ എന്റെ ഒരു സാക്ഷ്യം പറയുന്നത്, എന്റെ പാസ്പോർട്ട്, എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. കാരണം എന്റെ മമ്മി 1989 ജാനുവരി 1-ാം തീയതിയാണ് എന്നെ പ്രസവിച്ചത്. ആ സമയത്ത് മമ്മി ആശുപത്രി പോകാതെ വീട്ടിലാണ് പ്രസവിച്ചത് കൊണ്ട് തന്നെ ആരും പോയി വില്ലേജ് ഓഫീസിലൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഒരു ബർത്ത് നടന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഒരു രേഖകളും ഉണ്ടായിരുന്നില്ല ഞാൻ ജനിച്ചതായിട്ട്. അതുകൊണ്ട് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അതിൻ്റെതായ വളരെ പ്രയാസങ്ങൾ ഇപ്പോൾ അമേരിക്കയിലോട്ട് പോരുന്ന വിഷയത്തിന് മുമ്പ് ലൈക്ക് പാസ്പോർട്ട് എടുക്കാനും ഇതിനൊക്കെ ആയിട്ട് വേണ്ടി വരുമല്ലോ എന്നോർത്ത് വളരെ വിഷമിച്ചു. 2013 ഞാൻ ആദ്യമായിട്ട് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് കേരളത്തിലൊരു നിയമം ഉണ്ടായിരുന്നു, പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. എനിക്ക് ചിലപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് 2-3 വട്ടം ഞാൻ അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കിട്ടത്തില്ല. വളരെ നിരാശയോടെ ഞാൻ മടങ്ങി വന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം ഞാനും എൻ്റെ മമ്മിയും കൂടെ മണർകാട്ട് മമ്മിയുടെ ഭവനത്തിൽ ചെന്ന് സാറി ഇങ്ങനെ പാസ്പോർട്ടിന് എന്തോ കാര്യം പറഞ്ഞു കൂട്ടത്തില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പാസ്പോർട്ട് കിട്ടത്തില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പൊ എന്റെ മമ്മിയുടെ ഭവനത്തിൽ നിന്ന് ചില കുത്തുവാക്കൾ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. വിശ്വാസത്തിൽ പെന്തിക്കോസ്തി പോയിട്ടില്ലേ, അങ്ങനെ മര്യാദയ്ക്ക് ആശുപത്രി പോയി പ്രസവിച്ചിരുന്നെങ്കിൽ മര്യാദയ്ക്ക് ഹോസ്പിറ്റൽ റെക്കോർഡ് ഉണ്ടായിരുന്നില്ല, അവിടെ നിന്ന് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ. ഇവിടെയുള്ള ബാക്കി എല്ലാവർക്കും ഉണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ്.
നിന്റെ മകൾക്ക് മാത്രമില്ല, കാരണം പെന്തിക്കോസ്തി പോയതുകൊണ്ട് എന്നുള്ള പരിഹാസം കേൾക്കുവാനിടയായിത്തീർന്നു. ഇത് എന്നെ വളരെയധികം ഹേർട്ട് ചെയ്യുവാനിടയായിത്തീർന്നു. എന്റെ മമ്മി ഒരു വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇന്നും പരിഹാസം മാത്രമാണല്ലോ കർത്താവെ എന്നുള്ളൊരു വേദന ഹൃദയത്തിലുണ്ടായി. അങ്ങനെ ഞാനും മമ്മിയും എന്റെ മമ്മിയുടെ ഭവനത്തിൽ നിന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോകണമെങ്കിൽ ഇച്ചിരി നടക്കണം. ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് വളരെയധികം ആ വാക്കുകൾ വേദനിച്ചു. മമ്മി പറഞ്ഞു, മോളെ എനിക്കത് വേദനിച്ചില്ല, കാരണം കർത്താവിന്റെ നാമത്തിൽ ഈ ഓരോ പഴിയും ദുഷ്യം കേൾക്കുമ്പോൾ ഇതിനൊക്കെ വളരെയധികം പ്രതിഫലമുണ്ട്. നിങ്ങളെക്കുറിച്ച് എല്ലാം പിന്നെയും കളവായി പറയുമ്പോൾ കർത്താവിൽ സന്തോഷിപ്പിന്. അതുകൊണ്ട് എനിക്കൊരു ഭാരമില്ല, എന്റെ മോൾ വിഷമിക്കണ്ട, നമുക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കും. നിനക്ക് പാസ്പോർട്ട് കർത്താവ് തരും. ഇതുവരെ നിനക്ക് വേണ്ടി ചെയ്തതെല്ലാം കർത്താവ് അത്ഭുതകരമായിട്ടാ. അങ്ങനെയെങ്കിൽ ഈ പാസ്പോർട്ടും കർത്താവ് അത്ഭുതകരമായ വഴി നൽകി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവസന്നിധി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ വഴിയിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെയാണ് ഇടപെട്ടത്. ഞാൻ യോസഫിന്റെ കഥ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. എന്നാൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ എന്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ ഇങ്ങനെ പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുവാനിടയായി തീർന്നു. ഒരു യോസഫിനെ മാനിക്കേണ്ടതിന് ഭൂലോകം മൊത്തം ക്ഷാമം വരുത്തിയവനാ നിന്റെ ദൈവം. അങ്ങനെയെങ്കിൽ നിന്നെ മാനിക്കേണ്ടതിന് നിയമങ്ങളെ പോലും മാറ്റുവാൻ എനിക്ക് കഴിയും. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവ് ഇതെന്തുവാ, യോസഫിനെ മാനിക്കേണ്ടതിന് ഭൂലോകത്ത് മൊത്തം ക്ഷാമം വരുത്തിയോ? അപ്പൊ ഞാൻ ഓർത്തു ഇതെന്താന്ന് ഓർത്തു. മമ്മിയുടെ ബാഗിനകത്ത് ബൈബിൾ കിടപ്പുണ്ട്. ഞാൻ ഓർത്തു ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ്സേ കയറി കഴിയുമ്പോൾ വായിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് എനിക്ക് സീറ്റ് കിട്ടണം, ബസ്സേ കയറുമ്പോൾ എനിക്കൊന്ന് ഇരുന്ന് വായിക്കണം പെട്ടെന്ന്. അങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ സീറ്റ് ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് വളരെ വിഷമമായി തീർന്നു. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു ആന്റി ഇറങ്ങി. ഞാൻ പെട്ടെന്ന് സീറ്റൊക്കെ ഇരുന്ന് ബൈബിൾ എടുത്തു. ഞാൻ പെട്ടെന്ന് ആ ഉൽപ്പത്തി പുസ്തകം വായിക്കുവാൻ തുടങ്ങി, യോസഫിനെ കുറിച്ചുള്ളത്. അവിടെ എഴുതിയപ്പോൾ ദൈവമക്കളെ എന്നെ ടച്ച് ചെയ്ത വചനം പെട്ടെന്ന് കാണുവാനിടയായി തീർന്നു. അതിനകത്ത് 3 കാര്യങ്ങളാണ് എനിക്ക് എടുത്ത് പറയുവാനുള്ളത്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. ആദ്യം ദൈവം ക്ഷാമം വരുത്തിയത് ഭൂലോകത്ത് മൊത്തമല്ല, ഓരോ ഭാഗങ്ങളായിട്ടാണ് ക്ഷാമം വരുത്തിയത്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിന്റെ 54 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സകല ദേശങ്ങളിലും ക്ഷാമം ഉണ്ടായി. 55 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിന്നെ മിസ്രയീം ദേശത്ത് എല്ലായിടത്തും ക്ഷാമം ഉണ്ടായി. പിന്നെ 56 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. 57 വാക്യത്തിൽ എടുത്തെഴുതിയിരിക്കുന്നു, ഭൂമിയിൽ എങ്ങും ക്ഷാമം കഠിനമായി തീർന്നു. അതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൈക്കൊള്ളുവാൻ മിസ്രയീമിൽ യോസഫിന്റെ അടുക്കൽ വന്നു. ആ വാക്യം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ആ വചനത്തിന്റെ ആഴം എനിക്ക് പറഞ്ഞു തരുവാനിടയായി തീർന്നു. മോളെ, ഒരു യോസഫ് കണ്ട സ്വപ്നം അത് മാനിക്കേണ്ടതിന് ദൈവം ചെയ്തത് സകല ദേശങ്ങളിലും ക്ഷാമം വരുത്തി, അതുകൊണ്ട് നിർത്തിയില്ല. മിസ്രയീമിൽ ക്ഷാമം വരുത്തി, അതുകൊണ്ട് നിർത്തിയില്ല. ഭൂലോകത്ത് മൊത്തം ക്ഷാമം വരുത്തി. അതിന്റെ അർത്ഥം എന്തെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് അന്ന് പറഞ്ഞു തന്നിതാണ്. ഒരു യോസഫ് കണ്ട സ്വപ്നം, യോസഫ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ കണ്ട സ്വപ്നം, അത് അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുത്തേണ്ടതിന് ദൈവം പറഞ്ഞ വാക്ക് അതുപോലെ ദൈവം ചെയ്യുമല്ലോ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. അങ്ങനെ ദൈവത്തിന്റെ വിശ്വസ്തതയാൽ യോസഫിന്റെ ജീവിതത്തിൽ ദൈവം കാണിച്ചു കൊടുത്ത ദർശനം അവന്റെ ജീവിതത്തിൽ നിറവേറ്റേണ്ടതിന് വേണ്ടി മാത്രം ദൈവം മറ്റ് ഭൂമിയിലുള്ള സകല ജനതയും ക്ഷാമത്തിൽ കൂടി കടത്തിവിട്ടു. എന്തിന്? യോസഫിനെ മാത്രം മാനിക്കേണ്ടതിന്, യോസഫിനോട് പറഞ്ഞ് വാഗ്ദത്തം നിവൃത്തീകരിക്കേണ്ടതിന്. അതുകൊണ്ട് ദൈവമക്കളെ, ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് 100% ഉറപ്പായി എനിക്ക് വേണ്ടി എന്റെ കർത്താവ് നിയമങ്ങളെ മാറ്റിമറിക്കും. ഇത് ഞാൻ ഉറച്ചങ്ങ് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് ഈ കേട്ട വചനത്തിനും എന്നെ സമർപ്പിക്കുന്നു. ഞാൻ അന്ന് തൊട്ട് ഈ വചനം ഇങ്ങനെ ഒരുവിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, ഒരു യോസഫിനെ മാനിക്കേണ്ടതിന് ഭൂലോകത്തിൽ മൊത്തം ക്ഷാമം വരുത്തിയ ദൈവമേ, എനിക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. പ്രിയ ദൈവമക്കളെ, നടന്ന കാര്യം ഞാൻ പറയാം. ഞങ്ങൾ 2-3 ഏജൻസികളിൽ അപ്രോച്ച് ചെയ്തു പാസ്പോർട്ടിന്റെ കാര്യം. അവരൊക്കെയും പറഞ്ഞു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇടാൻ നടക്കത്തില്ല. അങ്ങനെ ഞാൻ ഡയറക്റ്റ് പാസ്പോർട്ട് ഓഫീസിൽ ഒരു ദിവസം കടന്നു ചെല്ലുവാനിടയായി തീർന്നു. അപ്പോയിന്റ്മെന്റ് എടുത്ത് കടന്നു ചെന്നു. അവിടെ ചെന്ന സമയത്ത് എന്നോട് പറഞ്ഞു മെയിൻ ഓഫീസറെ ചെന്ന് കാണണം, കാരണം SSLC ബുക്ക് മാത്രമേ ഉണ്ടെങ്കിലും ചിലപ്പോൾ അവർ തരാം, പക്ഷേ ബർത്ത് സർട്ടിഫിക്കറ്റ് മെയിൻ ആണ്, അതില്ലാതെ തരുമോ ഇല്ല. എന്തായാലും സാറിനെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ആ മെയിൻ ഓഫീസറിന്റെ അടുക്കിലേക്ക് ചെന്നു. ഞാൻ അദ്ദേഹത്തിന്റെ റൂമിന്റെ നേരെ വാതിക്കൽ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി കോളിന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു യോസഫിനെ മാനിക്കേണ്ടതിന് ഭൂലോകത്ത് മൊത്തം ക്ഷാമം വരുത്തി ദൈവമേ, എനിക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. പ്രിയ ദൈവമക്കളെ, സംഭവിച്ച കാര്യം ഇതാണ്. ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആള് ആ റൂമിലേക്ക് കടന്നു പോകുന്നതും ഞാൻ കണ്ടു, അദ്ദേഹം ഇറങ്ങി വരുന്നതും കണ്ടു. ആ ഗ്യാപ്പിൽ ആ ഓഫീസർ എന്നെ കണ്ട് എന്നോട് എന്നെ കാണാനാണ്. ഞാൻ പറഞ്ഞത് കയറി വരാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നു.
അദ്ദേഹം ചോദിച്ചു എന്തിനാ. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, എനിക്ക് പാസ്പോർട്ട് വേണം, ഞാൻ ഇങ്ങനെ നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണ്, പുറത്തേക്ക് എവിടെയെങ്കിലും പോകണം എന്ന ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ഞാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് താഴെ പറഞ്ഞാൽ മതി, എന്തിനാ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, അപ്പോൾ പാസ്പോർട്ട് SSLC ബുക്ക് വെച്ച് എടുക്കാൻ പറ്റുമോ എന്ന് കാണാനാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു SSLC ബുക്ക് വെച്ച് കൊടുക്കാറുണ്ട്, പക്ഷേ ചില കാര്യങ്ങളും കൂടെ വേണം. അതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്, അതാണ് ഞങ്ങളുടെ മെയിൻ സോഴ്സ്. അതില്ലെങ്കിൽ തരാൻ പറ്റുമോ എന്ന് എനിക്കറിയാം, അവർക്ക് ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം ഒന്ന് മനപ്രയാസം തോന്നിയെങ്കിലും ഞാൻ പെട്ടെന്ന് ഈ വചനം പെട്ടെന്ന് ഓർത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് ഒരു ഫാക്സ് വന്നിട്ടുണ്ട്, അതൊന്ന് നോക്കട്ടെ. ഞാനത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് മോളെ കണ്ടത്. അദ്ദേഹം പെട്ടെന്ന് ഫാക്സ് വായിച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിച്ചു SSLC ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ SSLC ബുക്ക് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലേക്ക് നീട്ടി. അദ്ദേഹം ആ ബുക്ക് റെക്കോർഡ് നോക്കി എന്നെ നോക്കി ഒന്നുകൂടെ, എന്നിട്ട് എന്നോട് ചോദിച്ചു, ഒന്ന് ചിരിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് ഇനി എന്ത് പറ്റി, എന്റെ പേരിന്റെ സ്പെല്ലിംഗ് കണ്ടിട്ട് ചിരിച്ചതായിരിക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതല്ല, എനിക്ക് ഭയങ്കര ഷോക്കായിട്ടിരിക്കുന്നത് ഈ മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഈ SSLC ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ 1/1/1989. ഇന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ വന്ന ഫാക്സ്, അത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് മെയിൻ നമ്മൾ പറഞ്ഞ പോലെ ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്ന ഫാക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1990 ജാനുവരി 1 തൊട്ട് ഉള്ളവർക്ക് മതി ബർത്ത് സർട്ടിഫിക്കറ്റ്. 1989 ഡിസംബർ വരെയുള്ളവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട, അവർക്ക് SSLC ബുക്ക് കൊടുത്ത് ആപ്ലിക്കേഷൻ നടത്താം. ഇന്നലെ നടന്ന മീറ്റിംഗിൽ എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് കർത്താവേ, ഇന്നലെ നടന്ന മീറ്റിംഗ് എന്ന് പറയുമ്പോൾ തലേ ദിവസം ഞാൻ ഈ പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നതിന്റെ തലേന്ന് ഞാനും പപ്പായും മമ്മി ഞങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഈ വിഷയത്തിൽ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ. അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേന്ദ്രത്തിൽ തന്നെ ദൈവം ഇടപെട്ട് എനിക്ക് വേണ്ടി ആ നിയമത്തെ ദൈവം മാറ്റി എഴുതി. അങ്ങനെയാണ് ദൈവമക്കളെ, എനിക്ക് അപ്പോഴും അതിശയം എന്ന് പറയുന്നത് ഇതാണ്. 1989 ഡിസംബർ വരെയുള്ളവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട, അവർക്ക് SSLC ബുക്ക് മതി. എന്നാൽ 1990 ജാനുവരി 1 തൊട്ടുള്ളവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആക്കി. എന്നാൽ ആ കൂട്ടത്തിൽ ദൈവം എന്നെയും കണ്ടു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു യോസഫിനെ ഓർക്കേണ്ടതിന് മാറ്റിയതുപോലെ അക്സയെ ഓർക്കേണ്ടതിന്, എന്നെ ഓർക്കേണ്ടതിന് എന്റെ കർത്താവ് നിയമത്തെ പോലും മാറ്റിമറിച്ചു. അന്ന് തന്നെ ആപ്ലിക്കേഷൻസ് കൊടുക്കുവാനും പെട്ടെന്ന് എന്റെ പാസ്പോർട്ട് റെഡി ആവാനും ദൈവം സഹായിച്ചു. അത് വലിയൊരു സാക്ഷ്യമായി എന്നും എന്റെ മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെയാണ് എനിക്ക് പാസ്പോർട്ടിൽ ദൈവം നൽകി തരുവാൻ ഇടയായിത്തീർന്നത്. വചനത്തെ മാനിച്ചതുകൊണ്ട് ദൈവമക്കളെ ഞാൻ ഇന്നും പറയാം, നമുക്ക് ദൈവം ഒരു വചനം തന്നാൽ അത് വചനമായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ബുക്കിൽ എഴുതിയിരിക്കുന്ന കുറെ അക്ഷരങ്ങളായിട്ട് അതിനെ കാണാതെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കുറെ വാക്കുകളായിട്ട് അതിനെ കേൾക്കാതെ, അത് കർത്താവിന്റെ വായിൽ നിന്ന് വന്ന വചനമായി, കർത്താവിന്റെ ശബ്ദത്തിൽ വന്ന, അല്ലെങ്കിൽ കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതുപോലെ കർത്താവിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുതിയിരിക്കുന്ന വചനമായതുകൊണ്ട് അത് കർത്താവിന്റെ തന്നെ വചനമാണ്. അതുകൊണ്ട് അത് അതുപോലെ ഏറ്റെടുക്കണം. നമ്മുടെ കർത്താവ് നമ്മളോട് ഒരു വാക്ക് പറഞ്ഞത് നടത്തുക തന്നെ ചെയ്യും. കർത്താവിനെ വിശ്വസ്തയോടുകൂടെ സേവിക്കുക മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ കർത്താവ് ആരാ? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു യോസഫിനെ മാനിക്കേണ്ടതിന് ഭൂലോകത്ത് മൊത്തം ക്ഷാമം വരുത്തിയവനാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാളെ എന്തായി തീരും, ഇതെന്റെ മുമ്പിൽ വലിയൊരു മലയായിട്ട് നിൽക്കുന്ന പ്രശ്നമാണല്ലോ, ഞാനിതിനെ എങ്ങനെ തരണം ചെയ്യും, ഈ വിഷയത്തിന്റെ മുമ്പിൽ ഇത് കേസാണ്, അല്ലെങ്കിൽ ഇതിന്റെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ നിയമങ്ങൾ എതിരായി നിൽക്കുന്ന സാഹചര്യങ്ങളായിക്കോട്ടെ, എന്നാൽ നമ്മൾ വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സേവിക്കുന്നതാണോ? ഈ വചനം ഏറ്റെടുക്കണം ദൈവമക്കളെ. ഒരു യോസഫിനെ മാനിക്കണേ. ഭൂലോകത്ത് മൊത്ത ക്ഷാമം വരുത്തി എന്റെ ദൈവമേ, നിന്റെ കുഞ്ഞായി എനിക്ക് വേണ്ടി നീ എഴുന്നേൽക്കണമേ, എനിക്ക് വേണ്ടി നീ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ മുമ്പിൽ എത്ര വലിയ കൊടിയ നിൽക്കുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, അതിനെ ഉന്മൂലനാശമാക്കി നിങ്ങളുടെ മുമ്പിൽ നിരപ്പായ വഴിയാക്കി നിങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങളെ വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം വലിയവനാ. അത് ഓർത്ത് നിങ്ങൾ എല്ലാവരും എപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത എനിക്ക് പറയാനുള്ള എന്റെ വിവാഹത്തെ കുറിച്ചാണ്. എനിക്കറിയാം ഇപ്പോൾ ഈ പ്രെയർ ലൈനിലായിരിക്കുന്നവരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഈ ടെസ്റ്റ് മണി എപ്പോഴെങ്കിലും കേൾക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുടെയൊക്കെ അടുത്തും നിങ്ങൾക്ക് അറിയുന്നവരും ഒക്കെ ആയിട്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ വിവാഹപ്രായം എത്തിയിട്ടും വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഒന്നും വേണ്ട, അല്ലെങ്കിൽ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ കാണാം. വിവാഹം ആഗ്രഹിച്ചിട്ട് നടക്കാത്തവരുണ്ടാവാം, തലമുറയോർത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം. എന്നാൽ എന്റെ സാക്ഷ്യം നിങ്ങൾക്ക് ദൈവനാമ മഹത്വത്തിന് ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
പ്രീത മക്കളെ, ഞാൻ വിവാഹിതയായത് 28ാമത്തെ വയസ്സിലാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അത് ചെറിയ പ്രായമായിരിക്കാം, നിങ്ങൾക്കറിയാവുന്നവരുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ. എന്നാൽ എൻ്റെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ മമ്മി, ഞാൻ പറഞ്ഞൊരു യാക്കോബ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസി വന്നുകൊണ്ട് എൻ്റെ മമ്മിയുടെ ഫാമിലി ഇപ്പോഴും യാക്കോബയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. മമ്മി 7 മക്കളാണ്. അവരുടെ മമ്മിയുടെ കൂടെയുള്ള സഹോദരങ്ങളുടെ മൊത്തം കുഞ്ഞുങ്ങളുടെയും വിവാഹം കഴിഞ്ഞു. എൻ്റെ മമ്മിയുടെ അനീത്തിയുടെ മോളുടെ വിവാഹം കഴിഞ്ഞ് അവർക്ക് 2 കുഞ്ഞുങ്ങളുമായി. അപ്പോഴും ഞാൻ വിവാഹം കഴിക്കാതെ നിൽക്കുകയാണ്. അവരെയൊക്കെ 23, 22ാമത്തെ വയസ്സിൽ എല്ലാവരെയും കല്യാണം കഴിച്ചു വിട്ടു. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പെന്തിക്കോസിൽ പോയവളുടെ മോടെ വിവാഹം നടന്നിട്ടില്ല. അത് 4 പെൺപിള്ളാര്. എപ്പോഴും എൻ്റെ മമ്മിയെ കാണുന്നവർ ചോദിക്കും, അയ്യോ 4 പെൺപിള്ളാരാണോ, അതെങ്ങനെ നടക്കും? നിങ്ങൾക്ക് വീടില്ല, നിങ്ങൾക്ക് വസ്തുവില്ല, ഒന്നുമില്ല, എങ്ങനെ ഈ 4 പെൺപിള്ളാരെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു വിടും എന്നും ഞങ്ങളെ ഒരു പരിഹാസത്തോടെ നോക്കിയവരാണ് ഞങ്ങളുടെ ചുറ്റുമുള്ളവര്. കാരണം വാടകയ്ക്ക് കിടക്കുന്നു. നമ്മൾ പറയുന്ന പോലെ ഞാൻ നഴ്സിങ്ങിന് പോയാലും ഞാൻ ടീച്ചറായിരിക്കും, തുച്ഛമായ വരുമാനം, അന്നെന്നുള്ളത് മാത്രം നടന്നു പോകുന്നു, എങ്ങനെ എന്നുള്ള ഒരു വലിയ പരിഹാസത്തിന് മുമ്പിലാണ് ദൈവമക്കളെ ഞങ്ങൾ മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോഴും ചോദിക്കും 4 പെൺമക്കളാണോ? അന്നൊക്കെ എൻ്റെ മമ്മി പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് 4 പെൺമക്കളല്ല, എനിക്ക് ദൈവം തന്നിരിക്കുന്ന 4 പൊന്നാണ്. കാരണം അവർ ദൈവകൃപയിൽ വളർന്നു വന്നാൽ അവർ 4 പെണ്ണല്ല, 4 പൊന്നാണ്. അവർ ദൈവകൃപയുള്ളവരായി വളരണം. അത് മാത്രമേ എൻ്റെ മമ്മി ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇന്നും മമ്മിയുടെ പ്രാർത്ഥന അതാണ്, കർത്താവെ അവർ നിത്യതയിൽ കാണണം, അവർ ദൈവകൃപയിൽ വളരണം. അതല്ലാതെ എൻ്റെ മമ്മി ഞങ്ങളോട് ഈ ഭൂമിയിൽ നിങ്ങൾ ഡോക്ടർ ആവണമെന്നോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണോ, നിങ്ങൾ അതാവണം, ഇത് പൈസ ഉണ്ടാക്കണം, വീട് വെക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, മക്കളെ നിങ്ങൾ വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് നിത്യതയിൽ കാണണം. അതല്ലാതെ എൻ്റെ മമ്മി ഞങ്ങളോടൊന്നും പറഞ്ഞു തരാറില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പരിഹാസങ്ങൾ കൂടി വന്നു. നഴ്സിംഗും കഴിഞ്ഞു, വിവാഹവും നടക്കുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ഒരു ഫംഗ്ഷൻസിന് ഞാൻ പോകാതെയായി. കാരണം എല്ലാവരും ചോദിച്ചു തുടങ്ങി, കല്യാണം ഒന്നുമില്ലേ. അങ്ങനെ വളരെ വിഷമത്തിലും ഭാരത്തിലും ഞാൻ ആയിത്തീർന്നു. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, മോളെ, ഞാനും പപ്പായും ഒത്തിരി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ വിവാഹം എന്ന് പറയുന്നത് നിന്റെ ജീവിതം കൂടിയാ, നീ പ്രാർത്ഥിക്കണം. അപ്പോഴും ഞാൻ ഇപ്പൊ വേണ്ട, എനിക്കിപ്പോ വിവാഹം വേണ്ട എന്നുള്ള തീരുമാനമാണ്. ഞാൻ ഇച്ചിരി ഒന്ന് ജോലിയൊക്കെ ചെയ്താൽ പുറത്തൊക്കെ ഒന്ന് പോയി എൻ്റെ വീടൊന്ന് കരയേറ്റണം, എൻ്റെ 3 അനീത്തിമാര് അവരെ ഒന്ന് കരകയറ്റിയിട്ട് മതി എനിക്ക് വിവാഹം. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഇരുന്നുകൊണ്ട് ഞാനും അത്ര ഉത്സാഹിച്ച് വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. സത്യം പറഞ്ഞ ലേസി ആയിട്ട് തന്നെ ആ വിഷയത്തെ വിട്ടു കളഞ്ഞു. എന്നാൽ എൻ്റെ മമ്മിയും പപ്പായും കണ്ണുനീരോടുകൂടെ ഇന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ലീവിന് വരുന്ന സമയത്ത് എനിക്കിന്നും അറിയാം, എൻ്റെ മമ്മി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും ഞങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഞങ്ങൾ 4 കുഞ്ഞുങ്ങളുടെയും തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുന്നു രാത്രിയുടെ യാമങ്ങളിൽ. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി എൻ്റെ മമ്മി നഴ്സിങ്ങിന് പോയ ആ ടൈം തൊട്ട് എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ തിങ്കളാഴ്ച ദിവസം മമ്മി എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന് വിവാഹം നടക്കുന്നില്ല എന്ന് കണ്ട മമ്മി എന്നോട് ഒരു ദിവസം പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിച്ചേ പറ്റൂ, നീ ഉപവസിച്ചേ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, മമ്മി ഞാൻ ആഴ്ച ഒരു ദിവസം ഉപവസിക്കുന്നുണ്ട്. ഉപവസിക്കുന്ന നല്ലതാണ്, പക്ഷെ അത് നീ നിന്റെ ഭാവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ആക്കണം. വിവാഹത്തിന് വേണ്ടി കുറഞ്ഞത് നീ ഒരു ദിവസമെങ്കിലും മാറ്റി വേർതിരിച്ചിരുന്ന് കരയണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ല ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ. കാരണം കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒന്നും എനിക്ക് തോന്നിയില്ല. വിവാഹത്തിന് വേണ്ടി ജസ്റ്റ് പ്രാർത്ഥിച്ചു വിടും. എന്നാൽ അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഒരു കല്യാണാലോചന വരുവാനിടയായിരുന്നു 2016. 2016 ഇങ്ങനെ കല്യാണാലോചനകൾ വന്ന് എനിക്ക് 28 വയസ്സായി. ഞാനിങ്ങനെ കല്യാണാലോചനകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. എല്ലാ വട്ടവും ബാംഗ്ലൂരിൽ നിന്ന് ലീവ് എടുത്ത് നാട്ടിൽ വരണം ഈ ഓരോ ആലോചനകൾ വരുമ്പോൾ. അപ്പം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് തുച്ഛമായ ഒരു വരുമാനം കിട്ടുന്നുള്ളൂ. വീടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ഈ വണ്ടിക്കൂലി മുടക്കി വരിക എന്ന് പറയുന്നത് ഈസിയായ കാര്യമില്ല. ട്രെയിൻ ടിക്കറ്റ് നോക്കി നിന്ന് കഴിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ബസ്സിനാണ് വരുന്നത്. അപ്പൊ നല്ലൊരു തുക വേണം ബസ്സിന് വരണമെങ്കിൽ. അപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു. ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യത്തിൽ മാത്രമേ എന്നെ വിളിച്ചു വരുത്തുള്ളൂ. പപ്പ പറഞ്ഞു, മോനെ വരാതെ നമ്മൾക്ക് എങ്ങനെ അറിയുവാൻ കഴിയും. അങ്ങനെ ഒരു ആലോചന വന്നു. ഞാൻ നാട്ടിൽ കടന്നു വന്ന സമയത്ത് ഞാനും ഞങ്ങളെല്ലാവരും ഒരുങ്ങി നല്ല റെഡി ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അവർ വരുമെന്ന് പറഞ്ഞു 2 മണിക്കാണ്. അതൊരു ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് വരുമെന്ന് പറഞ്ഞു. എന്നാൽ വന്നില്ല. അപ്പോൾ എൻ്റെ മമ്മിയുടെ 2 ആങ്ങളമാരും വന്നിട്ടുണ്ട്. ഒരു ചടങ്ങായതുകൊണ്ട് അവരും വരണമല്ലോ എന്നോർത്ത് അവരെ വിളിച്ചു. അമ്മാച്ചമാരുടെ സ്ഥാനത്ത് അവർ വന്നിരിപ്പുണ്ട്. അവർ 2 പേരും യാക്കോബയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ വന്നിരിപ്പുണ്ട്. എന്നാൽ തക്ക സമയമായപ്പോൾ ഇവർ വന്നില്ല, ചെറുക്കനും കൂട്ടരും വന്നില്ല. അപ്പോൾ എൻ്റെ പപ്പായ്ക്കും മമ്മിക്ക് വളരെ ഭാരം തോന്നി. അപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ഇവരെന്താ വരാത്ത, നിങ്ങളൊന്ന് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, സോറി ഞങ്ങൾക്ക് വരാൻ കഴിയത്തില്ല, കാരണം ഞങ്ങൾ ഇന്നലെയാണ് മോളുടെ ഡേറ്റ് ഓഫ് ബർത്തും മോന്റെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ നോക്കി. അവർ പല എക്സ്ക്യൂസസ് പറഞ്ഞു. അവർ തമ്മിൽ 2-3 മാസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ, മൂപ്പേ ഉള്ളൂ. അതൊക്കെ ഉള്ള വലിയൊരു ട്രബിൾ ആക്കി അവര് പറഞ്ഞു. ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞു. ഞങ്ങൾക്ക് അതെന്തോ പെട്ടെന്നൊരു വിഷമായിട്ട് വരുവാനിടയായിട്ടുള്ളൂ. ഇത് പപ്പ സംസാരിക്കുന്നത് എൻ്റെ മമ്മിയുടെ ആങ്ങളമാർ കേട്ടുകൊണ്ടിരുന്നു. അവർ പെട്ടെന്ന് ചോദിച്ചു,
എന്താണ് പ്രശ്നം? അപ്പം മമ്മി പപ്പ പറഞ്ഞു ആക്ച്വലി അവരുടെ പ്രശ്നം ഇതൊന്നുമല്ല, ഇന്നലെയായിരുന്നു അവർക്ക് വരാൻ സൗകര്യമായിരുന്നു, പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ PYPയുടെ സൺഡേ സ്കൂളിന്റെയും ആനിവേഴ്സറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നാളെ വന്നാൽ മതി. അപ്പൊ ഇന്ന് അവർക്ക് പറ്റത്തില്ല ആക്ച്വലി വരാൻ, ഇനി വേറൊരു ദിവസം വരാമെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ എന്റെ മമ്മിയുടെ ആംഗ്ലമാർക്ക് വളരെ ദേഷ്യം വരുവാനിടയായിരുന്നു. അവര് പറഞ്ഞു ചെറുക്കൻ കൂട്ടരുടെ സമയത്ത് വേണം നമ്മൾ എസ് എന്ന് പറയാൻ, അതെങ്ങനെയാന്ന് പറഞ്ഞു. PYPയും സൺഡേ സ്കൂളും ഇത്രയും നാളും കുട്ടിപ്പാടി, ഇത്രയും നാളും പാടാനും പോയി പ്രാർത്ഥിക്കാനും, എന്നിട്ട് വല്ലതും കിട്ടിയോ? 4 പെൺപിള്ളേർ വളർന്നു വരുമോ? അങ്ങനെ വല്ല ബോധവും വേണ്ടേ എന്നൊക്കെ വെച്ച് എന്റെ മമ്മിയുടെ നേരെ വളരെ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. മമ്മി ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് എന്റെ മമ്മിയുടെ ഇളയ ആങ്ങള മമ്മിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഇത്രയും നാളും നീ കൊട്ടിപ്പാടാൻ പോയിട്ട് നിനക്ക് എന്തോ കിട്ടിയതെന്ന് ചോദിച്ചു. ഈ വാക്ക് മമ്മിയോടാ പറഞ്ഞതെങ്കിലും പെട്ടെന്ന് അതെന്റെ ഹൃദയത്തിലേക്ക് ഒരു കുന്തം കൊണ്ട് കുത്തി ഇറക്കുന്നത് പോലെ. കാരണം പാട്ട് പാടുന്നതും ആരാധിക്കുന്ന നമ്മുടെ കർത്താവിനെയല്ലേ, സത്യദൈവത്തെ ആരാധിക്കണം. ഇവർക്ക് അതിന്റെ മഹിമ അറിയാത്തത് കൊണ്ടാണല്ലോ ഇവർ പറഞ്ഞത്. എന്നാൽ ആ വാക്ക് എന്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നത് പോലെ വരുവാനിടയായി തീർന്നു. ഞാൻ പെട്ടെന്ന്, എനിക്ക് കരച്ചിലാ വന്നത്. ഞാൻ പെട്ടെന്ന് ആരും കാണരുതല്ലോ എന്നോർത്ത് ഞാൻ ഓടിപ്പോയി ബാത്റൂമിൽ പോയി ടാപ്പിങ്ങിന് വളരെ ഫോഴ്സിൽ ഓടി ഇങ്ങനെ തുറന്നു വിട്ടിട്ട് അലറി ഒരു കരച്ചിൽ കരഞ്ഞു. എന്റെ കർത്താവേ, എന്റെ പ്രിയ മമ്മിക്ക് ഇത് കേൾക്കേണ്ടി വന്നല്ലോ. ഞങ്ങൾ ഇത്രയും നാളും കർത്താവെ കൊട്ടിപ്പാടിയതും ആരാധിച്ചതും അങ്ങേ സേവിക്കാൻ ഇറങ്ങിയത് കൊണ്ടാണല്ലോ. കർത്താവെ, അങ്ങേ മാനിക്കുന്നവരെ അങ്ങ് മാനിക്കുന്നതാണല്ലോ പറഞ്ഞത്. കർത്താവെ, ഇത് കേൾക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു വേദന. എന്നാൽ ഈ വേദന ഉള്ളിൽ വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഞാനിങ്ങനെ നെഞ്ചിനിട്ട് 2 അല അലച്ചിട്ട് എന്റെ വായിൽ പെട്ടെന്ന് വന്നത് ഇങ്ങനെയാണ് ദൈവമക്കളെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു 2 വാക്കുകൾ. അതിന്നും എനിക്ക് എന്റെ ഹൃദയത്തിൽ അത് മാറാതെ കിടക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, കർത്താവെ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം എന്ന് ഇവരുടെ മുമ്പിൽ കർത്താവെ അങ്ങൊന്ന് തെളിയിക്കണം. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. പെട്ടെന്ന് എനിക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം, ഒരു സമാധാനം എന്റെ ഹൃദയത്തിലേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് മോഹമൊക്കെ കഴുകി പുറത്തേക്ക് വന്നു. അപ്പൊ അവര് പോയി. മമ്മി വളരെ കൂളായിട്ട് നിൽക്കും. ഞാനപ്പോൾ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് വളരെ വിഷമം. മമ്മി പറഞ്ഞു, മോൻ ഇതൊന്നും സാരമില്ല, ഇതൊന്നും വലിയ കാര്യമല്ല, അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ പറഞ്ഞതാ, അവർക്ക് കൊട്ടിപ്പാടുന്നതിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടല്ലേ, അതൊന്നും സാരമില്ല. ദൈവം നിനക്ക് വേണ്ടി ചിലപ്പോൾ ഈ വിവാഹം ആയിരിക്കില്ല വെച്ചത്, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം തക്ക സമയം വഴികൾ ഒരുക്കും. മോൾ അതുകൊണ്ട് മനസ്സ് ഭാരപ്പെടണം. എന്റെ മമ്മി ഏത് വലിയ വിഷയത്തിനും മുമ്പിൽ മമ്മി കൂളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാൻ മമ്മി പറഞ്ഞു, ഇതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, നമ്മൾ ശക്തമായിട്ട് ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സമയമെടുത്ത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി മമ്മി. അങ്ങനെ എന്റെ പ്രിയ പപ്പായും മമ്മിയും സഹോദരങ്ങളും ദൈവസന്ധി ഫാസ്റ്റിംഗ് ഇരിക്കാൻ അവർ തീരുമാനമെടുത്തു. ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയി ഞാനും ഫാസ്റ്റിംഗ് ഇരിക്കാൻ തീരുമാനമെടുത്തു. എന്നൊക്കെ എനിക്ക് ലീവ് കിട്ടുന്ന അന്നൊക്കെ ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കുക. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടില് ഒരു ദൈവദാസൻ കടന്നു വരികയായി തീർന്നു. അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ഒരു വചനം ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെടുവാനിടയായി തീർന്നു. ആ വചനമാണ് പ്രിയ ദൈവദാസൻ ആദ്യം എന്റെ സാക്ഷ്യത്തിന് മുമ്പായിട്ട് നിങ്ങളെ ഓർപ്പിച്ചത്. എനിക്ക് ലഭിച്ച വചനം ഇതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഞാൻ കിഴക്ക് നിന്ന് ഒരു റാഞ്ചൻ പക്ഷിയെ ദൂരദേശത്ത് നിന്ന് എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. ഈ വചനം ഇടപെടുവാനിടയായി തീർന്നു ആ ഉപവാസപ്രാർത്ഥനയുടെ ഇടയിൽ. ആ വചനം കേട്ടതും അന്ന് തൊട്ട് ഞാൻ എന്റെ ബൈബിളിൽ അത് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഞാൻ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് ബ്രേക്ക് കിട്ടുമ്പോഴെല്ലാം മമ്മി എന്നോട് പറഞ്ഞു, മോനെ ഈ വചനം പറഞ്ഞോളാം. അതുകൊണ്ട് ദൈവം അന്ന് തൊട്ട് ഈ വചനം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പറയാനിടയായിട്ടുണ്ട്. കർത്താവെ, അങ്ങ് എന്നോട് സംസാരിച്ചു, ഞാൻ കിഴക്ക് നിന്നൊരു റാഞ്ചൻ പക്ഷി എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ വിളിക്കണം കർത്താവെ. എനിക്ക് വേണ്ടി അങ്ങ് കരുതിയിരിക്കുന്നത് ആരെയാണോ അദ്ദേഹത്തെ അങ്ങ് വിളിക്കാം. അന്ന് തൊട്ട് ഈ വചനം ഇങ്ങനെ ക്ലെയിം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. വാസ്തവം ഞാൻ എന്റെ ഹോസ്റ്റലിൽ ഞാൻ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ഒരു മുറിയുണ്ട്, ഒരു ബെഡുണ്ട്. ആ ബെഡിന്റെ നേരെ ഉള്ള ഭിത്തിയിൽ ഞാൻ വചനം എഴുതി വെച്ച് ആ വചനത്തെ കൈവച്ച് ഞാൻ ഇന്നും എപ്പോഴും ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കും. ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആ വചനത്തെ കൈവച്ച് പ്രാർത്ഥിക്കും. ഇടയ്ക്ക് ഇന്റർവെല്ലിന് വരുമ്പോൾ ഞാൻ ആ വചനത്തെ കൈവച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഇരിക്കുന്ന ടേബിളിൽ ഞാൻ ആ വചനം എഴുതി വെച്ചു. ഞാൻ അങ്ങനെ ആ വചനത്തെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഈ ഹൃദയത്തിൽ ഈ ഭാരം വളരെയധികം തിങ്ങുവാനിടയായി തീർന്നു. ഈ വിവാഹാലോചന എനിക്ക് വചനം കിട്ടുന്നതും മറ്റേ വിവാഹം ആദ്യം കാണാൻ വരാമെന്ന് പറഞ്ഞ് വരാതിരുന്നതും നവംബർ ആദ്യത്തെ ആഴ്ചകളിലാണ്. അതായത് ഒക്ടോബർ അവസാനം നവംബർ ആദ്യം, അങ്ങനെയാണ് ആ വിവാഹം മുടങ്ങിയതും അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതുമെല്ലാം. എന്നാൽ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് എന്റെ പ്രിയ പപ്പായുടെ മമ്മിയോട് പറഞ്ഞു, ഇവിടുത്തെ മൂത്ത മോളുടെ വിവാഹം ഈ ഡിസംബർ 31 ഇപ്പുറം നടക്കുമെന്ന് പറഞ്ഞു. ഇത് മമ്മി എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പൊ ദൈവമക്കളെ, നമ്മൾ വാസ്തവ വചനമുണ്ട്, നമ്മുടെ മുമ്പിൽ വചനം വെച്ചൊക്കെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാലും എനിക്ക് ആദ്യം ഒരു ചിരിയ വന്നു. കാരണം അപ്പൊ തന്നെ നവംബർ 10-ാം തീയതി എങ്ങനെയുണ്ടായി.
അപ്പൊ ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി എനിക്ക് കേവലം കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളു ഡിസംബർ 31 ഇതിനു മുമ്പ് ഒരു വിവാഹം നടക്കും. മമ്മി, വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അറ്റ്ലീസ്റ്റ് 2 മാസമോ 3 മാസമെങ്കിലും സമയം വേണ്ടേ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ തികച്ചു 2 മാസമെങ്കിലും വേണം. കാരണം നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കണം. നമുക്കാണെങ്കിൽ കയ്യിൽ ഒന്നുമില്ല, ഒന്നേന്ന് പറഞ്ഞ് എല്ലാം തുടങ്ങണം. ഞാനിങ്ങനെ മമ്മിയോട് പറയുവാനിടയായി തീർന്നു. അതും എന്റെ വിവാഹത്തിന്റെ ആ സമയം അടുക്കുന്ന, അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ പറയുന്ന സമയത്ത് നരേന്ദ്രമോദി 500-ന്റെയും 1000-ന്റെയും നോട്ട് നിരോധിക്കുകയും കൂടെ ചെയ്തു. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന നടുവിൽ കൂടി ആ സമയത്ത് എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം, എനിക്ക് 2 മാസത്തെ സാലറി ലഭിക്കുന്നില്ല, 2 മാസത്തെ സാലറി പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയം, എനിക്ക് സാലറി കിട്ടാത്തതുകൊണ്ട് വീടിന്റെ വാടക പെൻഡിങ്, അങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഈ രാഷ്ട്രപതി കൂടി ഞങ്ങളോട് ഈ ആലോചന പറയുന്നത് ഡിസംബർ 31 ഇപ്പുറം വിവാഹം നടക്കുമെന്ന്. ആക്ച്വലി അത് മാത്രം എനിക്ക് എന്തോ ഉൾക്കൊള്ളുവാനോ വിശ്വസിക്കുവാനോ കഴിഞ്ഞില്ല. ഞാൻ വളരെയധികം ചിന്തിച്ചു. ഇടയ്ക്ക് ഞാൻ ഓർത്തു വെറുതെ പറഞ്ഞതായിരിക്കാം, എന്തായാലും നടക്കത്തില്ല, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് ഇരുന്നു. എന്നാലും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇപ്പോൾ എനിക്ക് നടന്ന വിവാഹാലോചനയുടെ ഇത് ഞങ്ങൾക്ക് മാട്രിമോണിയുടെ ഇത് കാണുവാനിടയായത്. എന്നിട്ട് പപ്പ എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ ഇങ്ങനെ ഒരു കല്യാണാലോചന ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അമേരിക്കയിലാണ്, നേഴ്സാണ്. ഞാൻ പറഞ്ഞു, പപ്പായ്ക്ക് വിവാഹാലോചന തുടങ്ങിയ കാലത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് അമേരിക്കക്കാർ വേണ്ട, 2 നേഴ്സുമാർ ഒട്ടും വേണ്ട. ഈ 2 കാര്യം ഞാൻ പപ്പായോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പപ്പ, എനിക്ക് അമേരിക്കക്കാർ വേണ്ട, നേഴ്സുമാരും വേണ്ട. അപ്പം പപ്പ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ അമേരിക്ക? ഞാൻ പറഞ്ഞു, പപ്പ അതുകൊണ്ടല്ല, ഞാൻ വീട്ടിലെ മൂത്തതാണ്, എനിക്ക് എന്റെ ഫാമിലി വിട്ടു പോരുക എനിക്ക് വളരെ ബുദ്ധിമുട്ട്, എനിക്ക് ഇന്ത്യയിൽ തന്നെയുള്ള ആരെങ്കിലും ഒരാൾ മതി. അത് മാത്രമല്ല, അമേരിക്കയിലൊന്നും പോകാനുള്ള യോഗ്യതയില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അമേരിക്കയിലൊന്നും പോകാനുള്ള യോഗ്യത നമുക്കില്ല. അമേരിക്ക പോകാനോ അവിടെ അങ്ങനത്തെ ഒരു ജീവിതശൈലിയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കുടുംബത്തിലൊന്നും ചെല്ലുന്ന സ്വപ്നം പോലും കാണാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളെ പോലെ ഒന്നും ഇല്ലാത്തവരെ ആരെങ്കിലും വന്ന് കിട്ടുമോ? ഇങ്ങനെയൊക്കെ ഞാൻ പപ്പായോട് ചോദിച്ചു. പപ്പ, അതുകൊണ്ട് അതൊന്നും നമുക്ക് സ്വപ്നം കാണണ്ട, അതുമല്ല എനിക്ക് താല്പര്യം, നഴ്സുമാരും വേണ്ട, നമുക്ക് സാധാരണക്കാരും നമ്മളെ പോലെ ഏതെങ്കിലും പാവപ്പെട്ടവർ വരും, അവരെ എനിക്ക് അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് വിവാഹം മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ നോക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു കാര്യം. പക്ഷെ പപ്പായും എന്റെ മമ്മി എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ മാട്രിമോണിയിൽ കൂടി ഇവർ പല കല്യാണാലോചനകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ വിവാഹാലോചനയുടെ കാര്യം പപ്പ വായിച്ചപ്പോൾ മമ്മി ഇങ്ങനെ വായിച്ചു കേൾപ്പിച്ചു. മമ്മി പറഞ്ഞു, പപ്പ അതൊന്നുകൂടെ ഒന്ന് വായിക്കാൻ പറഞ്ഞു. പപ്പ ഒന്നുകൂടെ വായിച്ചു. പപ്പായോട് പറഞ്ഞു, പപ്പ അതൊന്ന് മാർക്ക് ചെയ്തിട്ടേരെ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ മമ്മി പറഞ്ഞു. അപ്പം എന്റെ സിസ്റ്റേഴ്സും ഉണ്ട്. പപ്പ പെട്ടെന്ന് പറഞ്ഞു, അതിനെ നമുക്ക് പ്രാർത്ഥിക്കും. ഇവർ 4 പേരും കരം കോർത്ത് പിടിച്ച് ആ മാട്രിമോണിയുടെ ആ വിഷയത്തെ വെച്ച് പ്രാർത്ഥിച്ചു. മമ്മി പറഞ്ഞു, അതിനകത്തൊരു പ്രകാശനമുണ്ട്, പപ്പ ചുമ്മാ ഒന്ന് വിളിക്ക്. പപ്പ പറഞ്ഞു, അവർക്ക് ഇഷ്ടമല്ലല്ലോ, അവർക്ക് അമേരിക്കക്കാരെ ഇഷ്ടമല്ല, അതുമല്ല ഈ നഴ്സുമാർ വേണ്ടെന്നല്ലേ പറഞ്ഞു. മമ്മി പറഞ്ഞു, അത് ശരിയാ പപ്പ, പക്ഷെ പപ്പ ഒന്ന് വിളിക്ക്. പപ്പ അങ്ങനെ വിളിച്ചു അവരെ കോൺടാക്ട് ചെയ്ത് അത് കഴിഞ്ഞ് പപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇങ്ങനൊരു കാര്യമുണ്ട്, മോളുടെ ഡേറ്റാസ് ഒന്ന് അവർക്കൊന്ന് അയച്ചു കൊടുക്കും, ഒരു മെയിൽ ID തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പപ്പാട് ഞാൻ ആദ്യമേ പറഞ്ഞ അപ്പൊ ഇത് നടക്കത്തില്ല, അത് ചുമ്മാ നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നു, അവർ നമ്മുടെ കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്കൊന്നുമില്ല, വീടില്ല, വസ്തുവില്ല, ഒന്നുമില്ല, അത് 4 പെൺപിള്ളാര് എന്ന് പറയും. പപ്പ, ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസ് നമുക്ക് അങ്ങനെയാണ്, നടക്കത്തില്ല, അവർക്ക് ആർക്കും താല്പര്യം കാണത്തില്ല, നമ്മളെ ആര് കെട്ടിക്കൊണ്ട് പോകാനാ പപ്പ, അത് വേണ്ട, നമുക്ക് സാധാരണക്കാരെങ്കിലും ഉണ്ടെന്ന് പപ്പ പറഞ്ഞു. മോനെ ശരിയാ, പക്ഷെ അതൊരു കർത്താവിന്റെ ദാസന്റെ മകനാ, അദ്ദേഹം ഒരു മിഷണറി ആയിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസന്റെ മകനാ. അതുകൊണ്ട് തന്നെ അവരങ്ങനെ പണം നോക്കുന്നവരാന്നിട്ട് നമുക്ക് തോന്നുന്നില്ല സംസാരത്തിൽ. അതുകൊണ്ട് തന്നെ മോള് ഒന്ന് നോക്ക്. ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് താല്പര്യമില്ല. പപ്പ പറഞ്ഞു, സാരമില്ല കുഞ്ഞെ, നീ ഒന്ന് ട്രൈ ചെയ്യും, മമ്മി പ്രാർത്ഥിച്ചിട്ട് അതിനകത്തൊരു പ്രകാശനം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. അപ്പോഴും ഞാൻ ഓർത്തു അവർ നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ എനിക്ക് റിപ്ലൈ വന്നു, ഇങ്ങനെയാണ് റിപ്ലൈ വന്നത്, മോളെ ഞങ്ങൾ നാട്ടിൽ കടന്നു വരണമെന്ന് ആഗ്രഹിച്ചാണ് ഇരിക്കുന്നത്, ഈ നവംബർ 12-ാം തീയതി കഴിയും ഞങ്ങൾ നാട്ടിൽ കടന്നു വരും, മോളെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, പപ്പായോട് പറഞ്ഞു, പപ്പ ഇങ്ങനെ ചോദിക്കുന്നു, അതിനെന്താ കാണാൻ വരാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പപ്പ ഇങ്ങനെയാണ് ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പ എനിക്ക് വരുന്നതിന് കുഴപ്പമില്ല, എനിക്ക് 2 മാസമായി സാലറി കിട്ടിയിട്ട്, ഇപ്പോൾ ഞാൻ നാട്ടിൽ കടന്നു വരണമെന്ന് അവർ പറയുന്നു, ഞാൻ വരണമെങ്കിൽ എനിക്ക് വണ്ടിക്കൂലിക്ക് പോലും എന്റെ കൈ കാശില്ല പപ്പ, വണ്ടിക്കൂലി എടുക്കാൻ കാശില്ല, ഞാൻ എങ്ങനെ അവിടെ വരെ വരും? വന്നു കഴിഞ്ഞിട്ട് അവർക്ക് താല്പര്യം ഇല്ല എന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ എന്റെ വണ്ടിക്കൂലി മുടക്കിയ കാശ് നഷ്ടം, അങ്ങനെ നമുക്ക് നഷ്ടങ്ങളോട് നഷ്ടം മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. പപ്പായും മമ്മിയും വേണമെങ്കിൽ അവരെ കണ്ട് സംസാരിക്കാം, അവർക്ക് താല്പര്യമുണ്ടെന്ന് കാണുവാണെങ്കിൽ മാത്രം ഞാൻ വരാം. പപ്പ പിന്നീട് ഒന്നും പറഞ്ഞില്ല. പപ്പ പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. പപ്പയ്ക്ക് പെട്ടെന്ന് എന്തോ വിഷമം പോലെ ആയിപ്പോയി. ഞാൻ പിന്നെ അവിടുന്ന് പ്രാർത്ഥിക്കാനിടയായി, കർത്താവ് നിന്റെ ഹിതമാക്കി മാത്രമേ എന്നെ അയക്കാവുള്ളൂ, എനിക്ക് പൈസ കടം ചോദിച്ചു പോകാൻ താല്പര്യമില്ല, ഈശോപ്പിച്ച പ്ലീസ് എനിക്ക് വേണ്ടി ഒരു വഴി നീ തുറക്കണം, ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ നവംബർ മാസം 16-ാം തീയതി ഒരു ഞങ്ങളുടെ ബാംഗ്ലൂരിൽ അവിടുത്തെ ഒരു ഹിന്ദു ഒരു ദൈവത്തിന്റെ ഏതോ ഒരു ബർത്ത്ഡേ സംതിങ് അങ്ങനെ ഏതോ ഒരു സെലിബ്രേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കോളേജുകൾക്കെല്ലാം അന്ന് ലീവായിരുന്നു.
അങ്ങനെ ഇരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ വളരെയധികം പ്രേരണ തന്നു അന്ന് ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ ആ ദിവസം ദൈവത്തിന് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത് ഞാൻ എൻ്റെ കട്ടിലയിൽ, ഞാൻ പറഞ്ഞല്ലോ അന്ന് ദൈവമക്കളെ എനിക്കൊരു പ്രെയർ റൂം ഉണ്ട്, ഞാൻ ആ കട്ടിലയിൽ എൻ്റെ ബൈബിള് തുറന്നു വെച്ച് ഞാനിത് പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. അപ്പൊ ഞാൻ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഞാനൊരു പേപ്പർ എടുത്തിട്ട് എനിക്ക് എങ്ങനത്തെ ഒരാൾ വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ലിസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മാരേജിനെ കുറിച്ച് എൻ്റെയുള്ള ആഗ്രഹങ്ങൾ, എങ്ങനത്തെ ആൾ വേണം എന്നുള്ളത്. അപ്പൊ ഞാൻ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: കർത്താവേ, എന്നെക്കാളും ഈ ഭൂമിയിൽ എന്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. 2, എനിക്കോ സ്വന്തമായി വീടില്ല, ഒരു സ്വന്തമായ ഭവനമുള്ള ഒരു ഭവനത്തിലേക്ക് എനിക്ക് ചെന്ന് ചേരണം. 3, ഒരു നല്ല കുടുംബമായിരിക്കണം, സഹോദരങ്ങൾ കാണണം, നല്ലൊരു കുടുംബത്തിലേക്ക് വേണം കർത്താവേ എനിക്ക് ചെന്ന് കയറുവാൻ. എന്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം, ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഇങ്ങനെ ഞാൻ 4-5 കൂട്ടം കാര്യങ്ങൾ എഴുതി വെച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ വെച്ച് പ്രാർത്ഥിക്കും. എന്നാൽ ഈ നവംബർ മാസം 16-ാം തീയതി എനിക്ക് ഫാസ്റ്റിംഗ് ഇരിക്കുന്ന ദിവസം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, രാവിലെ ഞാൻ എഴുന്നേറ്റു, കുളിച്ചൊരുങ്ങി ഞാൻ ആ കട്ടിലേ ചെന്നിരുന്ന് ബൈബിള് തുറന്ന് ഈ പേപ്പർ എടുത്ത് ഫ്രണ്ടിൽ വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ വായിൽ വാക്കുകളൊന്നും വരുന്നില്ല. ജസ്റ്റ് ഞാൻ കരയുക. എനിക്ക് എന്താ കാര്യമെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്റെ മുമ്പിൽ ആ വാക്കാ വരുന്നത്. എന്റെ മമ്മിയുടെ ആങ്ങള പറഞ്ഞ വാക്ക്, ഇത്രയും നാളും കുട്ടി പാടാൻ പോയിട്ട് നിനക്ക് എന്താ കിട്ടി? ഈ വാക്കാണ് ഇങ്ങനെ വരുന്നത്. ഈ കുത്തുവാക്ക് ഇങ്ങനെ വരും തോറും എന്റെ ഹൃദയം മുറിയുവാനിടയായി തീർന്നു. ഞാൻ ഈ പേപ്പറിലും ലോട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞ് 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 എനിക്കറിയത്തില്ല, കരച്ചിൽ മാത്രമേ വരുന്നുള്ളൂ, വാക്കുകളൊന്നും വരുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ചില്ലെന്ന് പറയാം, കണ്ണുനീര് മാത്രമേ വന്നുള്ളൂ. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ടൈമായി. ഞാൻ ഓർത്ത്, കർത്താവ് ഇത്രയും നേരം പോയത് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ ആ എഴുതി വെച്ച പേപ്പർ മൊത്തം കണ്ണുനീരിനകത്ത് കുതിർന്ന് എൻ്റെ ബൈബിളും നനഞ്ഞിരിക്കുക. എനിക്ക് വളരെ സങ്കടമായിപ്പോയി. കർത്താവ്, ഞാൻ ഒരു വാക്ക് പോലും പ്രാർത്ഥിച്ചില്ലല്ലോ, ഉപവാസം വേസ്റ്റ് ആയിപ്പോയല്ലോ. എന്നാൽ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ ചായ കുടിച്ച് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. എൻ്റെ പപ്പ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, അന്ന് നമ്മൾ മെയിൽ അയച്ചില്ല, ആ ദൈവദാസനും മോനും നാട്ടിൽ കടന്നു വന്നിട്ടുണ്ട്. അവർ 14-ാം തീയതി വന്നു, അവർക്ക് മോളെ ഒന്ന് കാണണം. ഈ 19-ാം തീയതി നമുക്ക് നാട്ടിലേക്ക് കടന്നു വരുവാൻ കഴിയുമോ? നവംബർ 19-ാം തീയതി. ഞാൻ പറഞ്ഞു, പപ്പ വരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അവർ കൺഫേം ആണ് അവർ വരുമെന്ന്. അപ്പൊ പറഞ്ഞു, ഉറപ്പായിട്ടും മോനെ, അദ്ദേഹം ഒരു ദൈവദാസനല്ലേ, ഉറപ്പായിട്ട് അവർ വരും എന്ന് പറഞ്ഞപ്പോൾ പപ്പ ഓക്കെ, പക്ഷെ ഒരു കാര്യം പപ്പ, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ആരുടെയും കടം മേടിക്കത്തില്ല, എൻ്റെ കയ്യിൽ പൈസ വന്നാൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ. പപ്പ പറഞ്ഞു, ഉറപ്പായിട്ടും മോള് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഞാൻ ഫാസ്റ്റിംഗ് നിർത്തി, ചായ കുടിച്ച് ഫാസ്റ്റിംഗ് നിർത്തി, ഈ പപ്പായുടെ ഈ ആൻസറും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ റൂമിലുള്ള ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അക്സ, എനിക്കറിയത്തില്ല, ഞാൻ കുറേ നേരമായിട്ട് ഈ മോള് പ്രാർത്ഥിക്കാൻ നിർത്ത ശല്യപ്പെടുത്താൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആരോ പറയുക, മോൾക്ക് ഒരു 2000 രൂപ കൈ തരണോന്ന്. മോൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോൾ തന്നാൽ മതി, എന്തെങ്കിലും ഒരു ആവശ്യം വരുമായിരിക്കും, ഇത് കൈ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് പൈസ വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ എനിക്ക് മറുപടി കിട്ടുന്നു, അല്ലെങ്കിൽ കണ്ണുനീരോടെ ദിവസത്തിൽ പകർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മറുപടി കിട്ടുന്നു, അവർ കാണാൻ വരുന്നു എന്ന്. 2ാമത് പൈസയും കൈ വന്നു. പിറ്റേ ദിവസം ഞാൻ കോളേജിൽ ചെന്ന് പെർമിഷൻ ചോദിച്ചു, കൊള്ളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ നവംബർ 19-ാം തീയതി 2016 നവംബർ 19-ാം തീയതി രാവിലെ ഞാൻ വീട്ടിലെത്തി. ബാംഗ്ലൂരിൽ നിന്ന് ഇവർ 19-ാം തീയതി വൈകുന്നേരം എന്നെ കാണുവാൻ വരുന്നു. ദൈവമക്കളെ, ഞാൻ ഇതെന്തിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്നവരുടെ ഹൃദയത്തിലെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിനാണ്. ഞാൻ ആ ദൈവദാസനോട് എടുത്തു പറഞ്ഞു, എനിക്ക് പറയുവാണെങ്കിൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണം, കാരണം ഓരോ ചെറിയ കാര്യത്തിലും ദൈവം തന്റെ മക്കളെ കരുതുന്ന കരുതലിനെ കുറിച്ചാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വണ്ടിക്കൂലി ദൈവം തന്നു. ഞാൻ നാട്ടിൽ കടന്നു വരുന്നു, കാണുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവര് 3:30 വരുമെന്ന് പറഞ്ഞു. ഇവര് 3:30 വന്നു. ഞാൻ ആദ്യം ദൈവത്തോട് ചോദിച്ചു, കർത്താവെ, എന്തായിരിക്കും ഇവരുടെ എക്സ്പെക്ടേഷൻസ്? കാരണം അമേരിക്ക എന്നുള്ള ഒരു ചിന്ത ഹൃദയത്തിലുള്ളതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വളരെ പൈസക്കാരായിരിക്കും, നമ്മൾ പാവപ്പെട്ടവർ. കാരണം ഞങ്ങളുടെ ഏറ്റവും ചെറിയൊരു വീട്, വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഇവർ കടന്നു വരുന്നത്. ഇവർ ഒത്തിരി എക്സ്പെക്ടേഷൻസിലായിരിക്കുമോ കർത്താവ് ഇവർ വരുന്നത്? അപ്പോൾ കാണുമ്പോൾ എന്നെ ഇഷ്ടപ്പെടും, ഇങ്ങനത്തെയുള്ള ഒരു 100 ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ എൻ്റെ ഇളയ സിസ്റ്റർ, അവളുടെ പേര് സ്നേഹ എന്നാണ്, ഞാൻ ഈ വരുന്നതിന് തൊട്ട് മുമ്പ് തലേ ദിവസം ഇവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്നെ ഒരു ദർശനം ദൈവാത്മാവ് കാണിച്ചു. ചേച്ചിയെ കാണാൻ വരുന്ന ആള് വരുന്നത് ഒരു നേവി ബ്ലൂ ടീഷർട്ട് ആയിരിക്കും ഇട്ടിരിക്കുന്നത്, ചെറിയ കുറ്റിത്താടിയുണ്ട്, ഷെയ്വ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്, എന്നാൽ ചെറിയ ചെറിയ താടിയുണ്ട്, കണ്ണാടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഓക്കെ മോനെ, പ്രാർത്ഥിക്കാം.
അപ്പം ഇവളിത് പറഞ്ഞപ്പം അവളെന്നോട് പറഞ്ഞു, ചേച്ചി ഇതിന് ഒരു, അതായത് ഈ ആലോചനയൊക്കെ വരുന്നതിന് മുമ്പേ എന്നെ ഇത് ഒരിക്കൽ കൂടി ദൈവം ദർശനം കാണിച്ചായിരുന്നു. ഈ സെയിം ദർശനം എന്നെ കാണിച്ചതാ. അപ്പോ വീണ്ടും എന്നെ ഇന്നലെ രാത്രിയിലും കൂടെ കാണിച്ചു. അപ്പം 2 വട്ടമായി. അതുകൊണ്ട് ഇത് കൺഫേംഡ് ആയിരിക്കും, നമുക്ക് നോക്കാം ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എന്റെ അനിയത്തിമാർ ഇങ്ങനെ ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന ആളെ കാണുവാൻ. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് ഇവര് വന്നിറങ്ങിയപ്പോൾ എന്റെ ഹസ്ബൻഡ് ഇട്ടുകൊണ്ട് വന്നത് നേവി ബ്ലൂ ടീഷർട്ട്, അവർ പറഞ്ഞ പോലെ തന്നെ സ്പെക്സ് ഉണ്ട്, ചെറിയ കുറ്റിത്താടിയാണ്. അപ്പൊ ഇവള് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇത് തന്നെ ആള്. ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷെ ഇത് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, മോളെ വെയിറ്റ്, നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യും. കാരണം അവർ നമ്മുടെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടില്ലല്ലോ, നമുക്കൊന്നും ഇല്ലാന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള റെസ്പോൺസ് എന്താവും നമുക്കറിയാം. ഇതാണ് ഞാൻ കീപ്പ് ഓൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരോടും. അപ്പൊ ഞങ്ങളെ തമ്മിൽ കണ്ടു സംസാരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അവിടുത്തെ ഞങ്ങളുടെ കൂടെ വന്ന എക്സൽ VBSലെ അനിൽ സാർ എന്ന് പറഞ്ഞ സാറാണ് കൂടെ വന്നത്. അനിൽ സാറ് പറഞ്ഞു, ചെറുക്കന് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ, മോക്ക് ഇംഗ്ലീഷ് അറിയാവോ? ഞാൻ പറഞ്ഞു അത്യാവശ്യം അറിയാം, ബിക്കോസ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അത്യാവശ്യം അറിയാം. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവ് എന്റെ ഇംഗ്ലീഷ് അദ്ദേഹത്തിന് മനസ്സിലാവും. ഇതായിരുന്നു എന്റെ കൺഫ്യൂഷൻ. എന്നാൽ ദൈവം തക്ക സമയമായപ്പോൾ എന്റെ നാവിനെ ബലപ്പെടുത്തി അദ്ദേഹത്തോട് സംസാരിക്കാനിടയായി തീർന്നു. ദൈവമക്കളെ, ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന അതേ ഓർഡറിലാണ് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ലൈഫിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഓർഡറിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവേ, ഞാൻ എന്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ച ആഗ്രഹങ്ങളെല്ലാം അദ്ദേഹം ഇങ്ങോട്ട് പറയുവാണല്ലോ എന്ന് ഞാൻ ഓർക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ദൈവം തക്ക സമയമായപ്പോൾ ആ ഒരു മറുപടി ലഭിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുവാനിടയായിത്തീർന്നു. അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചു. അവരിറങ്ങുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇവരിറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഹൃദയത്തിൽ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, എനിക്കൊരു അടയാളം കർത്താവ് തരണം, ഇത് തന്നെയാണോ നടക്കുന്നതെങ്കിൽ, ഈ വിവാഹം ദൈവഹിതമാണെങ്കിൽ അവർ പോകുന്നതിനിപ്പുറം എന്റെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന അതേ സമയത്ത് എന്റെ പപ്പായും അവിടെ അപ്പുറത്തെ മുറിയിൽ ഹൃദയത്തിൽ ഇങ്ങനെ ദൈവത്തോടൊരു അടയാളം ചോദിച്ചു, കർത്താവേ, ഇത് ദൈവഹിതമാണെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിന്റെ ഒരു ഫോട്ടോ ഇവരെടുക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഇവരങ്ങ് പോയി, ഇവർ ഫോട്ടോ എടുത്തില്ല. അപ്പൊ എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം ഇതുവരെ കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നല്ലോ, ഈ ഒരു അടയാളം ദൈവസന്നിധി വെച്ചിട്ട് നടന്നില്ലല്ലോ എന്നൊരു സങ്കടം എനിക്ക് തോന്നി. എന്നാൽ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഞങ്ങള് ഇവരെ യാത്ര അയച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ ഈ പോയ കാർ അതേപടി തിരിച്ചു വന്നിട്ട് പെട്ടെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു കാര്യം മറന്നുപോയി, ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. അപ്പൊ ഞാൻ ആഗ്രഹിച്ചത് എന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന്, പപ്പ ആഗ്രഹിച്ച് ഞങ്ങളുടെ 2 പേരുടെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു വന്നു. ഞങ്ങളെ 2 പേരെ നിർത്തി അവർ ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫുൾ ഫാമിലിയുടെ ഫോട്ടോ എടുത്തു. അപ്പം ഞങ്ങൾക്ക് കൺഫേംഡ് ആയി, ദൈവം ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്ത പ്രകാരമുള്ള ആളാണ് ഇത് എന്ന്. എന്നാലും ബാക്കി ഫർദർ കാര്യങ്ങൾ നടക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നോട് ചോദിച്ചാൽ എന്നാ പോകുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ വളരെ 1 മാസം കൊണ്ടൊന്നും പെട്ടെന്ന് നടക്കില്ല, അവർക്ക് സമയം ഉണ്ടായിരിക്കും എന്നോർത്ത് ഞാൻ പിറ്റേ ദിവസം, അത് സാറ്റർഡേ ആണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്, സൺഡേ തന്നെ ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയി മൺഡേ ജോലിക്ക് ജോയിൻ ചെയ്തു. അതായത് ഇന്നിപ്പോ നവംബർ 22 ആണല്ലോ, ഞാൻ ഈ സാക്ഷ്യം പറയുന്ന ദിവസം. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടെയാണ്. ഇന്ന് ഞാൻ ആരാധന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞതേ ഉള്ളൂ, അച്ഛാ 4 വർഷത്തിന് മുമ്പ് ഇതേ ദിവസമാണ് നമ്മുടെ കല്യാണം ഉറപ്പിച്ചതെന്ന്. അതൊരു വലിയ സന്തോഷമാണ്. കാരണം അന്ന് തന്നെ എനിക്ക് എന്റെ ടെസ്റ്റ് മണി ഷെയർ ചെയ്യാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി തന്നല്ലോ. നവംബർ 22 ഒരു ട്യൂസ്ഡേ ആയിരുന്നു അന്ന്, 2016. അന്ന് ഞങ്ങൾ എന്റെ പപ്പായോടും മമ്മിയോടും കുമ്പനാട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു, വിവാഹം ഉറപ്പിക്കുവാൻ എന്ന് പറഞ്ഞില്ല, അവിടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോഴും ഞങ്ങളുടെ വിചാരം, ഓക്കെ, കുറച്ച് സമയമുണ്ട്, അതൊരു ചടങ്ങാണല്ലോ, നമ്മൾ അവിടെ ചെല്ലണം, സംസാരിക്കണം, പിന്നീടാണല്ലോ കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇനിയാണ് ഞാൻ എന്റെ സാക്ഷ്യത്തിന്റെ ഓരോ ഘട്ടങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസ ജീവിതം എന്തെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ മക്കളെ, എന്റെ പപ്പ എന്നെ അന്ന് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി പൈസകൾ റദ്ദാക്കിയ സമയം എനിക്ക് 2 മാസം സാലറി കിട്ടിയിട്ടില്ല, സഭയിൽ വരുമാനം അങ്ങനെ ഇല്ല, ആൾക്കാർ ജോലിയിൽ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് വളരെയധികം ഭാരത്തിൽ കഴിയുന്ന ഒരു സമയമാണ്. പപ്പ എന്നോട് പറഞ്ഞു, മോനെ, എന്റെ പോക്കറ്റിൽ ആകെ 250 രൂപയേ ഉള്ളൂ. ചൊവ്വാഴ്ച ഒരു കാറെങ്കിലും എടുത്ത് കുമ്പനാട്ട് പോയി ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് തിരിച്ചു പറയണം. കുറഞ്ഞത് എന്റെ കയ്യിൽ ഒരു 5000 രൂപയെങ്കിലും വേണം. ഒരു കാറ് പിടിക്കണം, ഡ്രൈവറിന് കാശ് കൊടുക്കണം, പിന്നെ അറിയാലോ, കൂടെ അമ്മാച്ചന്മാരെ ആരെങ്കിലും കൊണ്ടുപോകണം, അവർക്ക് വഴിയിൽ ഒരു ചായയെങ്കിലും മേടിച്ചു കൊടുക്കണം. എന്റെ കയ്യിൽ ഒന്നുമില്ല, ആകെ 250 രൂപ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പപ്പ എന്നോട് ഈ കാര്യം പറയുമ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ,
ഞങ്ങളുടെ മുമ്പിൽ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. തിങ്കളാഴ്ചയാണ് പപ്പ ഇതെന്നെ വിളിച്ച് പറയുന്നത്. ചൊവ്വാഴ്ചത്തെ ഇനിയും ഒരു കുറച്ച് മണിക്കൂറിലെ മുമ്പിലുള്ളൂ. എന്നാൽ എന്ത് ചെയ്യും? മമ്മി അപ്പൊ പറയുന്നത് എനിക്ക് കേൾക്കാം. പപ്പ എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞേക്കാം, അച്ഛാ വിഷമിക്കാതെ, നമ്മളെ ഇത്രയും ദൈവമല്ലേ നടത്തിയത്. ഇത്രത്തോളം ദൈവം നടത്തിയെങ്കിലാണോ നാളത്തെ വിഷയം? ഈ വിവാഹം ദൈവഗീതമാണെങ്കിൽ ഇതിനു വേണ്ട ഓരോ കാര്യങ്ങളും കർത്താവ് തക്ക സമയത്ത് നമ്മൾക്ക് നൽകി തരുമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ റൂമിലിരുന്ന് ഹോസ്റ്റലിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പപ്പായും മമ്മിയും നാട്ടിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, അത്ഭുതം എന്ന് പറയുന്ന ഇതാണ്. ചൊവ്വാഴ്ച വെളുപ്പിനെ എന്റെ പപ്പായ്ക്ക് ഒരു ഫോൺ കോൾ വരുവാണ്. പള്ളിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഷമുവേൽ കുട്ടി എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്. പപ്പായും മമ്മിയുടെ ശുശ്രൂഷയിൽ രക്ഷയിലേക്ക് വന്ന ഒരു ഫാമിലിയാണ്. ആ അങ്കിൾ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി കല്യാണ കാര്യങ്ങളൊക്കെ? പപ്പ അപ്പൊ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു 7:30 ആകുമ്പോൾ പോകണം, ഇങ്ങനെയാണ് വിഷയം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എനിക്കറിയത്തില്ല പാസ്റ്റർ, ഇന്നലെ രാത്രി തൊട്ട് ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ എന്നോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നു. ഞാൻ എന്തായാലും പേടിക്കേണ്ട പാസ്റ്റർ, 8:30 നിങ്ങൾ ഇറങ്ങത്തുള്ളൂ, ഞാൻ എന്റെ വണ്ടി വിടാം, എന്റെ ബ്രദറിനെ വിട്ടേക്കാം എന്ന് പറഞ്ഞു. പപ്പായ്ക്ക് ഷോക്കായിപ്പോയി. അവരുടെ കാറ് വലിയ കാറാണ്, അതുകൊണ്ട് വിളിക്കേണ്ട കാര്യമില്ല, നമ്മൾക്ക് പറ്റുന്ന ആൾക്കാരെ എല്ലാം അതിനകത്ത് കൊള്ളിക്കാം. അങ്ങനെ ദൈവകൃപയാൽ ആ അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് വീട്ടിലേക്ക് വിട്ടു. അവരുടെ കാറിൽ പപ്പ ഇവരെല്ലാരും കൂടെ അവിടെ പോയി. ഇടയ്ക്ക് ചായയും ഹോട്ടലിലേക്ക് ഒരു ഫുഡും എല്ലാം അവർ മേടിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതെ എല്ലാ കാര്യങ്ങളും. കാരണം ആകെ 250 രൂപയാണ്. ഞാൻ പറഞ്ഞത് ബാങ്കിൽ 1 രൂപ പോലും സേവിങ്സ് ഇല്ല. ഒന്നുമില്ലായ്മയെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് കടമ്പ വിവാഹം പോയി ഉറപ്പിച്ചു. അവിടെ വെച്ചാണ് പപ്പായോട് പെട്ടെന്ന് അവർ പറയുന്നത്, ഞങ്ങൾക്ക് അധികം സമയമില്ല, മോനാകെ 15 ദിവസത്തെ ലീവേ ഉള്ളൂ, അതുകൊണ്ട് അടുത്ത ബുധനാഴ്ച എൻഗേജ്മെന്റും വ്യാഴാഴ്ച കല്യാണം. പപ്പ ഇപ്പോഴും പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്, മോളെ എന്റെ ഹൃദയത്തിനകത്ത് ഇടിവാള് വെട്ടിയതുപോലെ. ഒരു ഭാഗത്ത് സന്തോഷമുണ്ട്, എന്നാൽ 250 രൂപയുള്ള കയ്യിലുള്ളൂ. അടുത്ത ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കേവലം 7-8 ദിവസമേ മുമ്പിലുള്ളൂ. ഇതെങ്ങനെ വിവാഹം നടക്കുമെന്ന് അറിയത്തില്ല. നവംബർ 30-ാം തീയതി എൻഗേജ്മെന്റും ഡിസംബർ 1-ാം തീയതി കല്യാണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമുക്ക് വിൽക്കാനൊന്നുമില്ല, വീടോ വസ്തുവോ എന്തെങ്കിലുമൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ അതില്ല. ബാങ്കിൽ സേവിങ്സ് ഉണ്ടോന്ന് ചോദിച്ചാൽ അതില്ല. ഒരു ഇതുമില്ല, ശൂന്യത മാത്രം മുമ്പിലുള്ളത്. കയ്യിൽ 250 രൂപയും. പപ്പായും മമ്മിയും വിവാഹം ഉറപ്പിച്ചു തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ എനിക്ക് അവിടുന്ന് വരാനുള്ള സാമ്പത്തികമില്ല. കാരണം ഞാൻ പറഞ്ഞു 2 ദിവസം മുമ്പ് ഞാൻ വന്നതേ ഉള്ളൂ. ഞാനപ്പോൾ അവിടെ വളരെ വേദനപ്പെട്ട്, വിവാഹം ഉറപ്പിച്ചതിന്റെ സന്തോഷമുണ്ടെങ്കിലും സങ്കടത്തിലിരിക്കുന്ന സമയത്ത് എന്റെ പ്രിൻസിപ്പൽ മാഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അക്സ നാട്ടിൽ പോവല്ലേ, വിവാഹം ഉറപ്പിച്ചില്ലേ, പെട്ടെന്നുള്ള ഇതായല്ലേ, പൈസ ഉണ്ടോ? ഞാൻ പറഞ്ഞു, മാഡം സാലറി ഞാൻ ചോദിച്ചിട്ടുണ്ട്, തന്നില്ല. സാറില്ല, ഇത് കയ്യിരിക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് ടിക്കറ്റിനുള്ള കാശ് തരുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ പറയുകയാണ്. ദൈവം നടത്തി വഴികൾ. അങ്ങനെ ആ പൈസക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ കടന്നു വന്നു. ഞങ്ങളുടെ ഇനിയും കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം, ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കണം. ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് എൻഗേജ്മെന്റിന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം. അപ്പോൾ പപ്പ പെട്ടെന്ന് ഓഡിറ്റോറിയങ്ങളൊക്കെ നോക്കിയപ്പോൾ ഉള്ള ഓഡിറ്റോറിയത്തിനൊക്കെ ഭയങ്കര കാശാണ്, നമ്മുടെ കയ്യിൽ ഒരു വകയില്ല. മമ്മി പറഞ്ഞു, പപ്പ നമുക്ക് ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിക്കാം, ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനും വന്നു. ആദ്യം ചെയ്തത് ഞാനും എന്റെ പപ്പായും മമ്മിയും എന്റെ സഹോദരങ്ങളും ഞങ്ങൾ 3 പേരും കൂടെ ദൈവത്തിന് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തുടങ്ങി ഫാസ്റ്റിംഗ്. അപ്പൊ മമ്മി പറഞ്ഞു, ഒരു നേരം കഴിച്ച് നമുക്ക് ഫാസ്റ്റിംഗ് ഇരിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഒരു നേരം കഴിച്ചുകൊണ്ട് ഫാസ്റ്റിംഗ് തുടർന്നു. പപ്പ എടുത്ത തീരുമാനം, എന്റെ വിവാഹം കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് തിരിച്ച് അമേരിക്കയിൽ പോരുന്നിടം വരെ അവർ ഫാസ്റ്റിംഗ്. പപ്പായും മമ്മിയും കംപ്ലീറ്റ്ലി ഫാസ്റ്റിംഗ് ആന്ന് പറഞ്ഞു. ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക. അവര് ദൈവത്തിന് തീരുമാനമെടുത്തു. ഞങ്ങളും ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. ദൈവമക്കളെ, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുവാൻ ആദ്യത്തെ ദിവസം കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളുടെ യാക്കോബായ ഒരു പള്ളിയുടെ ഓഡിറ്റോറിയമാണ്. അപ്പൊ ആ യാക്കോബ പള്ളി കൂടുന്ന എന്റെ മമ്മിയുടെ അമ്മാച്ചന്മാരും അവരുടെ കുടുംബക്കാരും ഒക്കെയാണ്. പപ്പ ചെന്ന് അമ്മാച്ചനോട് ചോദിച്ചു, ഇങ്ങനെ മോളുടെ എൻഗേജ്മെന്റ്, അപ്പം ഇങ്ങനെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ 100 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു, അവർക്ക് എൻഗേജ്മെന്റിന്റെ ആ ദിവസം പോയി 10,000 റുപ്പീസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭവനത്തിൽ വന്നു. പിറ്റേ ദിവസം 100 രൂപ അഡ്വാൻസ് കൊടുത്ത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ വേണ്ടി പപ്പ എന്ന സമയത്ത് അവിടുത്തെ ആള് പറഞ്ഞു, ഓൾറെഡി നിങ്ങളുടെ കാശ് പെയ്ഡാ. പപ്പ ചോദിച്ചു, ആരടച്ചു? ഞാൻ കൊണ്ടൊന്നും അടച്ചിട്ടില്ല, ഞാൻ ഇന്നാ ഡേറ്റ് എടുക്കാൻ വന്നു. ഇല്ല, നിങ്ങളുടെ അമ്മാച്ചൻ ഓൾറെഡി വിളിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്ത് പൈസയും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അടുത്ത ദിവസം നവംബർ 24-ാം തീയതി ഞങ്ങളുടെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ദിവസം അന്നാണ് സത്യം പറഞ്ഞ എന്റെ മമ്മി എന്നെ, നമ്മൾ പറഞ്ഞ കർത്താവ് അബ്രഹാമിനെ പരീക്ഷിച്ചു എന്നൊക്കെ പറയുന്ന പോലെ എന്നെ പരീക്ഷണത്തിൽ കൂടി കടത്തിവിട്ടിയ ഒരു ദിവസമാണെന്ന്. എന്റെ കയ്യില് ആകെ
ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു എന്റെ വിവാഹം അറിഞ്ഞപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഞങ്ങളുടെ ചർച്ചിലും അവിടെ ഞങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ കുറച്ച് ഗിഫ്റ്റ്സ് കൊണ്ട് തരുവാനിടയായിരുന്നു പൈസയായിട്ട്. അങ്ങനെ എല്ലാം കൂടെ നോക്കിയപ്പോൾ എന്റെ കയ്യിൽ ആകെയുള്ളത് 1000 രൂപ എന്റെ കയ്യിലുള്ളത്. ബാക്കി പപ്പായുടെ കയ്യിൽ വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കുവാൻ ഇടയ്ക്കായിട്ട് കൊടുത്തു. എന്റെ കയ്യിലുള്ളത് 1000 രൂപ. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എന്റെ കയ്യിലുള്ള 1000 രൂപ ഞാൻ ഇതുമായിട്ട് എങ്ങനെ തുണി എടുക്കാൻ പോകും? മമ്മി പറഞ്ഞു, മോനെ പപ്പായുടെ കയ്യിലും പൈസയൊന്നും ആയിട്ടില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ആദ്യത്തെ ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നപ്പോൾ തന്നെ 250 രൂപ കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു, കർത്താവേ ഇതിൽ നിന്ന് വേണം, ഈ 250 രൂപ ഞങ്ങളുടെ കയ്യിലുള്ളൂ, ഞങ്ങളുടെ കയ്യിലുള്ളതിനെ നിന്റെ കയ്യിൽ തരുക, നീ ഇതിനെ വാഴ്ത്തി തരണം, ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇറങ്ങാറാകുമ്പോൾ, അതായത് എനിക്ക് തുണി എടുക്കാൻ വേണ്ടി തിരുവല്ലയിലേക്ക് പോകണം. തിരുവല്ലയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്റെ കയ്യിൽ 1000 രൂപയുള്ളൂ. ഞാൻ ഇങ്ങനെ വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ദേവദാസൻ കടന്നു വന്നു. ആ ദേവദാസൻ എന്റെ കയ്യിൽ ഇങ്ങനെ വിവാഹം എന്ന് പറഞ്ഞപ്പോൾ 2000 രൂപ എടുത്തു വന്നു. 3000 രൂപ. ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി എനിക്ക് കല്യാണത്തിന് ഗൗൺ എടുക്കണം, എൻഗേജ്മെന്റിനും ഒരു തുണി എടുക്കണം, 3000 രൂപ കൊണ്ട് ഈ ഗൗണും സാരിയും എല്ലാം കിട്ടുമോ? മമ്മി ചോദിച്ചു, മോനെ നമ്മൾ മാനുഷികമായി നോക്കി കിട്ടത്തില്ല, എന്നാൽ നീ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ആ 3000 രൂപ കൊടുക്കുക, ദൈവം നിനക്ക് വേണ്ടി തക്ക സമയത്ത് വഴി തുറക്കും. നിനക്ക് ഈ 3000 രൂപയായിട്ട് വിശ്വാസത്തോടുകൂടെ നിനക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മമ്മി പോകാം. എന്റെ പേരൻസ് ആരും എന്റെ കൂടെ വരുന്നില്ല തുണി എടുക്കാൻ. ഞാനും എന്റെ സിസ്റ്ററും എന്റെ മമ്മിയുടെ അനിയത്തിയുടെ മോനും കൂടെ പോകുന്ന ഡ്രസ്സ് എടുക്കാൻ. പോകുന്ന വഴിയിലെല്ലാം ഞാൻ കരഞ്ഞ് കാറയിലിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഈ 3000 രൂപയേ ഉള്ളൂ, ഞാൻ വിശ്വാസത്തോടു കൂടെ പോവുക. അവിടെ ചെന്ന് എന്റെ ലൈക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനും അവരുടെ ഫാമിലിയും വരുമ്പോൾ ഞങ്ങൾക്ക് എടുക്കാനുള്ള പൈസ, ഞങ്ങൾക്ക് തുണി എടുക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ കർത്താവ് അതൊരു നാണംകേടായി തീരുമല്ലോ അപ്പ. അവരോട് ചോദിക്കുവാൻ എന്റെ മനസ്സ് അനുവദിക്കത്തില്ല കർത്താവ്, ആരുടെ മുമ്പിൽ നാണം കെടുവാൻ അനുവദിക്കില്ലേ അപ്പ എന്ന് പറഞ്ഞ് കരയുവാനിടയായിട്ടുണ്ട്. വണ്ടിയെ മൊത്തം ഞാനിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് കയറുക. അപ്പം കല്യാണ സിൽക്സിൽ ചെന്നു. ഞങ്ങൾ ഇറങ്ങി ഗൗൺ സെക്ഷനിലേക്കാണ് ആദ്യം പോകുന്നത്. ചെല്ലുന്ന സമയത്ത് ഞാൻ വളരെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ലിഫ്റ്റ് കയറി ഗൗൺ സെക്ഷന്റെ അങ്ങോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ദൈവമക്കളെ നടന്ന അത്ഭുതം, എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ്. എന്റെ 2 മാസം പെൻഡിങ് ആയിരുന്ന സാലറി അപ്പോൾ ക്രെഡിറ്റ് ആയി എന്റെ അക്കൗണ്ടിൽ. അത് ഞാൻ കണ്ടപ്പോൾ എനിക്കറിയില്ല, എന്റെ മനസ്സിൽ സന്തോഷം കൊണ്ട് ഞാൻ ചിരിക്കുവാണ്. ദൈവത്തെ ഞാൻ അവിടെ നിന്ന് മതി മറന്നെന്ന് വേണേൽ പറയാം, സ്ഥലം പറഞ്ഞു ദൈവത്തെ അവിടെ നിന്ന് സ്തുതിച്ചു. അപ്പം ആ കല്യാണം അവിടെ നിന്ന് ഒരു പെൺകുട്ടി, ചേച്ചി പെന്തുക്കോസ്കാരിയാണല്ലേ? ഞാൻ പറഞ്ഞു അതെ. ചേച്ചി വാ ഞാൻ കാണിച്ചു തരാം, ഞാനും ഒരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോയി എനിക്ക് ഗൗണും എനിക്ക് ദൈവമക്കളെ എനിക്ക് വേണ്ടതെല്ലാം, അത് അധികം ഒന്നും ഇട്ട് കൊടുക്കേണ്ടില്ല, ഒറ്റ ഗൗണെ ഞാൻ എടുത്തു നോക്കിയുള്ളൂ. ആ ഗൗൺ എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് വലിയ വിലയുടെ അല്ല, എന്നാൽ ദൈവം തക്ക സമയത്ത് സ്യൂട്ടബിൾ ആയ നല്ലൊരു ഗൗൺ എനിക്ക് ദൈവം നൽകി തന്നു. അപ്പൊ ആ മോള് പറഞ്ഞൊരു വാക്ക് എനിക്കെന്ന് പറഞ്ഞു, ചേച്ചി ഇങ്ങനത്തെ ഒറ്റ പേര ഇവിടെയുള്ളൂ, ഈ ഡിസൈനിലുള്ളത് ഒറ്റ ഒരെണ്ണം, അത് ദൈവം ചേച്ചിക്ക് വേണ്ടി കരുതി വെച്ചതാണെന്ന് തോന്നുന്നു. അതും എനിക്ക് എത്രയാണോ എന്റെ കയ്യിലുള്ളത് ആ തുകയ്ക്ക് ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു നല്ല ഗൗണും എനിക്ക് എൻഗേജ്മെന്റ് ഇടാൻ പറ്റിയ കാര്യം എല്ലാം മേടിക്കാനിടയായിരുന്നു. ദൈവമക്കൾ, അതിന്റെ ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്. നമ്മൾ ആ അവസാന നിമിഷം വരെ നമ്മുടെ വിശ്വാസത്തെ കർത്താവ് ഒന്ന് ശോധന ചെയ്യും. നമുക്ക് വിശ്വാസം ഉണ്ടോ ഇല്ല. നമ്മൾ കൈ കരുതി വെച്ചിട്ട് കർത്താവ് നടത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒന്നുമില്ലെങ്കിലും കർത്താവിന്റെ കരത്തിലേക്ക് ഉള്ളത് കൊടുത്ത് വിശ്വാസത്തോടുകൂടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് എടുത്തു വെക്കുമോ എന്നാ കർത്താവ് നോക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് വിവാഹ ഡ്രസ്സ് എടുക്കുവാനിടയായിരുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലെ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്കൊരു വിവാഹത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത് അതെല്ലാം തക്ക സമയത്ത് എന്റെ കരങ്ങളിൽ ദൈവം നൽകി തരുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ എനിക്കൊരു ടെസ്റ്റ് മണിയും കൂടെ അതിന്റെ കൂട്ടി പറയാനുള്ളത് വണ്ടി ലൈക്ക് നമ്മള് കാറ് വേണമല്ലോ നമുക്ക് വിവാഹത്തിന് പോകണമെങ്കിൽ. ഞങ്ങൾക്ക് വളരെ മനസ്സുകൊണ്ട് അടുപ്പമുള്ള ഒരാളുടെ അടുക്കൽ ഞങ്ങൾ അദ്ദേഹത്തിന് ഈ വണ്ടിയുടെ ഒക്കെ ബിസിനസ് ആയതുകൊണ്ട് റെന്റലിന് കൊടുക്കുന്ന ബിസിനസ് ആണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾ ഒരു കാറ് പോയി കണ്ടു. അത് വലിയ വിലയുടെ ഒന്നും സാധാരണ ഒരു കാറ് പോയി കണ്ടു. അദ്ദേഹത്തോട് ഞങ്ങളിത് പറഞ്ഞു, ഞങ്ങളുടെ ഒരു അടുത്ത ബന്ധു കൂടെയാണ്. അവരോട് ചോദിച്ച സമയത്ത് അദ്ദേഹം ഒരു കാർ എന്റെ പപ്പായും എന്റെ സിസ്റ്ററിനെയും കാണിച്ചു. ഒരു സ്ലൈഡ് ചളിങ്ങി വല്ലാത്തൊരു രീതിയിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ പോരെ നിങ്ങൾക്കെന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചു. ഇതെന്റെ പപ്പായെ വളരെയധികം വേദനിപ്പിച്ചു. പപ്പ ഓർത്ത്, കർത്താവേ നമ്മൾ വലിയ വിലയുടെയോ അല്ല വലിയ ആർഭാടം കാണിക്കാനോ ഒന്നുമല്ല, ഒരു സാധാരണ ഒരു കാറ് അതേ ചോദിച്ചുള്ളൂ. എന്നാല് അവര് പറഞ്ഞ ആ ഒരു പ്രശ്നം വാക്കുകളും നമ്മളെ അത് വളരെയധികം വേദനിപ്പിച്ചു. ഇതൊക്കെ മതി നിങ്ങൾക്കെന്നുള്ള രീതിയിൽ ഇത് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എന്റെ മമ്മി പറഞ്ഞു, പപ്പ കർത്താവ് കരുതും, നമ്മൾ ഇതിനൊന്നും പോകണ്ട, തക്ക സമയമാകുമ്പോൾ വണ്ടി ഇവിടെ വരും. പപ്പ ഇപ്പൊ ചോദിച്ചു, നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മമ്മി പറഞ്ഞു, ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് അയക്കും എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾക്ക് അന്നുള്ളത് ഒരു 800ന്റെ കാറാ.
പപ്പ അപ്പം ഞാൻ പപ്പാട് പറഞ്ഞു, പപ്പ നമുക്ക് അവസ്ഥയിലാണ് പോയാൽ മതി, നമ്മൾ എന്തിനാ ആർഭാടം കാണിക്കുന്നത്, അതാണേലും മതി. അപ്പൊ എന്റെ സിസ്റ്റേഴ്സ് പറഞ്ഞു, അങ്ങനെ അല്ല ചേച്ചി, എല്ലാരും നല്ല കാറിൽ പോകുമ്പോ നമ്മൾ ഇരുത്തപ്പോ എല്ലാരും കളിയാക്കും. ഞാൻ പറഞ്ഞു അതൊന്നും പ്രശ്നമല്ല മോനെ, നമുക്ക് വിവാഹമല്ലേ ഇമ്പോർട്ടന്റ്, നമ്മൾ എന്ത് ആർഭാടം കാണിക്കുന്നതിനകത്ത് എന്താ കാര്യം. പക്ഷെ ഇത് പറഞ്ഞു, മമ്മി എന്നോട് പറഞ്ഞു, മോളെ ഇതുവരെ നിനക്ക് ദൈവം എല്ലാം ശ്രേഷ്ഠകരമായിട്ടുള്ളതല്ലേ തന്നിരിക്കുന്നത്, ഇതും ദൈവം തരും, നീ പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ ഞാൻ ആ കാര്യം വിട്ടുപോയി. സത്യം പറഞ്ഞാൽ അവരെല്ലാവരും പ്രാർത്ഥിച്ചു, ഞാൻ അതൊന്നും, കാരണം നമുക്ക് ടെൻഷനുണ്ട്, ഒരാഴ്ചയുള്ളൂ കല്യാണത്തിന്, നമ്മൾ ആ ഒരു വേദനയിൽ അല്ലെങ്കിൽ വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും എന്നുള്ളൊരു വിഷയം. എന്നാൽ പ്രിയ മക്കളെ, എന്റെ വിവാഹ ദിവസം ഞാൻ കണ്ടത്, രാവിലെ ഞാൻ ഒരുങ്ങി വന്നപ്പോൾ ഞാൻ കാണുന്ന എന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു ഓഡിയുടെ കാറ് ഫുൾ ഫ്ലവർ ഡിസൈൻ ഒക്കെ ചെയ്ത് എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നു. ഞാൻ ഫേബാടി ചോദിച്ചു, ഫേബ ഇതാരാ? ഫേബ പറഞ്ഞു, ചേച്ചി നമ്മുടെ ഒരു അങ്കിൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ ചർച്ചിൽ വന്നുകൊണ്ടിരുന്ന ഒരു അങ്കിളാണ്, ആ അങ്കിളിന്റെ ലൈക്ക് ഓണർ, ആ അങ്കിൾ നടത്തുന്ന കടയുടെ ഓണർ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോ എന്റെ കല്യാണം, പാസ്റ്ററുടെ മോടെ കല്യാണം അറിഞ്ഞപ്പോ പറഞ്ഞു, എന്റെ കാർ ഞാൻ കൊടുത്തു വിടാം, 1 രൂപ പോലും വേണ്ട എന്ന് പറഞ്ഞ് ആ കാറ് അദ്ദേഹം തന്നെ ലൈക്ക് ഒരു ഗിഫ്റ്റ് പോലെ ഞങ്ങൾക്ക് അയച്ചു തരുവാനിടയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ ആ കാറിൽ വരുന്നത്. അങ്ങനെ ദൈവം ഓരോ കാര്യങ്ങളും ദൈവം അത്ഭുതകരമായിട്ട് നടത്തി തന്നു. ഡിസംബർ 1-ാം തീയതി വിവാഹം നടക്കുവാനിടയായി തീർന്നു. അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത്, പ്രിയ മക്കളെ, എന്റെ ചെറിയ പ്രായം തൊട്ടുള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുമ്പനാട് IPCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ആ ചർച്ചിൽ വെച്ച് എന്റെ വിവാഹം നടക്കണമെന്ന്. എനിക്ക് ഓഡിറ്റോറിയത്തിൽ വിവാഹം നടത്തുന്നതിനെ കുറിച്ച് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് ഓഡിറ്റോറിയങ്ങളിൽ കല്യാണം നടത്തണ്ട, അവിടെ ഹിന്ദുക്കളും എല്ലാവരും ഗാനമേളയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, എനിക്ക് എന്റെ വിവാഹം നടക്കണം, അതൊരു ചർച്ചിൽ വെച്ച് നടക്കണം, അതെന്റെ ഒരു ആഗ്രഹമാണ് പപ്പ. പപ്പ പറഞ്ഞു, മോനെ നീ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു പാസ്റ്റർ KC ജോൺ എന്റെ വിവാഹം നടത്തണമെന്ന്. അത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ദൈവസന്നിധിയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രിയ ദൈവമക്കളെ, തക്ക സമയത്ത് എല്ലാ കാര്യവും അതുപോലെ നടന്നു. കുമ്പനാട് IPC ഹെബ്രോൻ പുരത്ത് വെച്ച് എന്റെ വിവാഹം നടക്കുവാനിടയായിരുന്നു. പാസ്റ്റർ KC ജോൺ വിവാഹം നടത്തി. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും ദൈവം നടത്തി തന്നു. അങ്ങനെയാണ് എന്റെ വിവാഹം നടന്നത്. അടുത്തൊരു വിഷയം, ഞാൻ എന്റെ ഭാഗം മാത്രം പറഞ്ഞാൽ ഈ സാക്ഷ്യം പൂർണ്ണമാകത്തില്ല ദൈവമക്കളെ. എന്റെ പ്രിയപ്പെട്ടവന്റെ കാര്യം കൂടെ പറയണമല്ലോ. നമ്മുടെ പാസ്റ്റർ ആദ്യം പറഞ്ഞ പോലെ തമ്പി മാത്യു പാസ്റ്ററുടെ മകനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവർ 4 മക്കളാണ്. 2ാമത്തെ ആളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ദൈവകൃപയാൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കർത്താവിന്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരു പുരുഷനെ തന്നെ എന്റെ കർത്താവ് എനിക്ക് നൽകി തന്നത്. ഇപ്പോൾ ഞങ്ങൾ 4 വർഷം പിന്നിടുന്നു ഞങ്ങളുടെ കുടുംബജീവിതം ഞങ്ങൾ തുടങ്ങിയിട്ട്. എന്നാൽ ഈ 4 വർഷത്തിന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ദൈവം എനിക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കുടുംബമാണ് നൽകി തന്നത്. ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ഭർത്താവിനെയാണ് ദൈവം എനിക്ക് നൽകി തന്നത്. ഞാൻ പറയുന്ന പോലെ ദൈവത്തിന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷൻ തന്നെ. ഞാൻ ഓർക്കുമായിരുന്നു, വചനത്തിന് വള്ളി പുള്ളിക്ക് മാറ്റമില്ല. അത് എനിക്ക് ഹൃദയം എപ്പോഴും, ഞാൻ എന്റെ കുടുംബജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ എപ്പോൾ ഇരുന്നാലും കരയുവാനല്ലാതെ എനിക്ക് പറയുവാൻ ഒന്നുമില്ല. അമേരിക്കയിൽ വരുവാനോ, ഞാൻ പറഞ്ഞ പോലെ അമേരിക്കയെ ചിന്തിക്കാൻ പോലും യോഗ്യതയില്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. എന്നാൽ ദൈവം എന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം തന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പേരൻസിനെ ഞങ്ങൾക്ക് തന്നു. എല്ലാത്തിനും ദൈവത്തിന് മാത്രം മഹത്വം. ഉയരുവാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം, അത് എന്റെ സാക്ഷ്യമാണ്. ഞാനത് വിശ്വസിക്കുന്നു. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തിയ ദൈവം, അങ്ങനത്തെ ഒരാളാണ് ഞാനത് വിശ്വസിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവനെ കുറിച്ച് പറയുവാനാണെങ്കിൽ 7 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പോയി അവരെയൊക്കെ കാണുന്നത്. 7ാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹം പിന്നെ ഇന്ത്യയിലേക്ക് പോയിട്ടേയില്ല, ഇന്ത്യ കണ്ടിട്ടില്ല. ഇന്ത്യയിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഡിസ്കംഫർട്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു സിസ്റ്ററേ ഉള്ളൂ. അവർ 4 മക്കളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, 3 ആണും 1 പെണ്ണും. ഒരേ ഒരു സിസ്റ്ററിന്റെ കല്യാണം 2016 ഓഗസ്റ്റില് നാട്ടിൽ നടക്കുമ്പോൾ ഇദ്ദേഹം മാത്രം വന്നില്ല, ബാക്കി ബ്രദേഴ്സ് എല്ലാവരും നാട്ടിൽ വന്നു. അദ്ദേഹത്തിന് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പോയില്ല ഇന്ത്യയിലേക്ക്. വിവാഹത്തിന്റെ കാര്യം എപ്പോഴൊക്കെ പേരൻസ് പറയുമ്പോഴും അദ്ദേഹം ഓരോ എക്സ്ക്യൂസ് പറയും. ഇപ്പൊ വേണ്ട, മടുപ്പായിരുന്നു കാണിച്ചുകൊണ്ടത്. വിവാഹം വേണ്ട എന്നുള്ളൊരു ചിന്തയായിരുന്നു. വിവാഹം വേണ്ട, അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട എന്നുള്ളൊരു മടിയിലും ചിന്തയിലും 33 വയസ്സ് വരെ അദ്ദേഹം മുന്നോട്ട് പോയി. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ഒരു ദിവസം ചോദിക്കുവാനിടയായിരുന്നു, എന്താണ് ഇങ്ങനെ വിവാഹത്തിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം കൂടെ കേൾക്കണമല്ലോ. അപ്പൊ കാരണം ഞാൻ എന്റെ ടെസ്റ്റിമണി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഈ വചനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഭാഗമുണ്ട് ദൈവമക്കളെ. അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തിന് ആരുടെയും ഹൃദയത്തെ മാറ്റിമറിക്കുവാൻ കഴിയും. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തന്റെ തലമുറകളെ ഓർത്ത്
എന്റെ വിവാഹം വേണ്ട അല്ലെങ്കിൽ മടുപ്പ് കാണിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയുമോ? ഇവിടുത്തെ ഡാഡി മമ്മി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവര് വളരെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നത്, വളരെ കണ്ണുനീരോടുകൂടെ തലമുറയുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ സംഭവിച്ചത്, ഇവിടെ പീറ്റർ ചാച്ചൻ ഒരു ദിവസം എന്റെ ഡാഡിയെ വിളിച്ചത് പറഞ്ഞു, നമുക്ക് ഇന്ത്യയിൽ പോകാം, ഞാൻ ഇന്ത്യയിൽ വരാം, ഞാൻ കല്യാണം കഴിക്കാം. ഡാഡി തന്നെ എന്നോട്, ഡാഡിക്ക് അത് എന്തോ ഭയങ്കര സന്തോഷം, ലൈക്ക് അവർ ഒത്തിരി വിളിച്ചു പറയുന്നു, നമുക്ക് ഇന്ത്യയിൽ പോകാം, വിവാഹം കഴിക്കാം എന്ന് പറയും. അവർ വളരെ സന്തോഷത്തോടുകൂടെ അവർ ആ കാര്യം ഏറ്റെടുത്ത് അവരങ്ങനെ നാട്ടിൽ കടന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അച്ഛൻ അതെങ്ങനെയാണ് ഇക്കാര്യം നടന്നത്? പറഞ്ഞു, എന്റെ മെയിലൊക്കെ കിട്ടി, എന്റെ ഫോട്ടോ ഇട്ടു, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ ഇതാണോ അദ്ദേഹം ഒരു ദിവസം പബ്ലിക്സിൽ ഷോപ്പിങ്ങിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പബ്ലിക് ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് പരിശുദ്ധാത്മാ ഒരുപാട് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക. അദ്ദേഹത്തോട് ഇടപെട്ടു. അദ്ദേഹം ആ വിവാഹ വിഷയത്തെ കൊടുത്തു. അന്ന് അദ്ദേഹത്തിന് കൺഫർമേഷൻ ആയി, എനിക്ക് എന്റെ വിവാഹത്തിനുള്ള കാര്യങ്ങൾ ദൈവം റെഡിയാക്കി തരും, ഈ വിവാഹം ദൈവഹിതമാന്നുള്ളൊരു കൺഫർമേഷൻ അദ്ദേഹത്തിന് കിട്ടുവാനിടയായി തീർന്നു. അങ്ങനെയാണ് അദ്ദേഹം 2016 നവംബർ 1 നാട്ടിൽ കടന്നു വരുവാനും 19 എന്നെ കാണുവാനും 22 ഞങ്ങളുടെ വിവാഹം ഉറപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ നവംബർ 30 എൻഗേജ്മെന്റും ഡിസംബർ 1 വിവാഹം നടന്നു. ഇപ്പോൾ 4 വർഷം പിന്നിട്ടു. ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി തന്നു. ഇളയ കുഞ്ഞിന് 2 മാസമേ ആയിട്ടുള്ളൂ. മൂത്തയാൾക്ക് ഇപ്പോൾ 22 മാസം. ഈ ഫെബ്രുവരി 14 അവൾക്ക് 2 വയസ്സാകുന്നു. ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബജീവിതം നൽകി തന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി. പ്രിയ മക്കളെ, എനിക്കൊരു കാര്യമേ പറയുവാനുള്ളൂ, നമ്മുടെ ദൈവം ആരാ? അവൻ വലിയവനാ, വിശ്വസ്തനാ, വാക്ക് മാറാത്ത കർത്താവാ. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ജീവിതത്തിന്റെ മൊത്തം അനുഭവം എടുത്താൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്യം അത് നമുക്ക് ദൈവം തന്ന പ്രോമിസസാ, വാഗ്ദത്തമാ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പാസേജ് ഇങ്ങനെ വായിച്ചപ്പോൾ അതിനകത്ത് ആ പാസേജിനകത്ത് വാക്യങ്ങൾ, ഭയപ്പെടേണ്ട എന്നുള്ള വാക്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഞാനൊരു ഇത് വായിച്ചു. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം 365 ടൈംസ് ഈ ബൈബിളിൽ ഭയപ്പെടേണ്ട എന്നുള്ളൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. 365 ടൈംസ്. അപ്പൊ അത് വായിച്ച ഓരോ വാക്യം ഞാൻ വായിച്ചപ്പോൾ ഓരോ ദിവസം, അതായത് 365 ദിവസം ഒരു വർഷം ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ വാക്യം വെച്ച് നമുക്ക് രാവിലെ വായിക്കുവാൻ കഴിയും. അതിന്റെ അർത്ഥം കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? അവൻ നമ്മുടെ അപ്പനാ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് പറയും, ഭയപ്പെടേണ്ട, നിങ്ങളുടെ ആകുലത എന്റെ മേൽ ഇട്ടുകൊള്ളുക, നിങ്ങളുടെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത്രയും വാഗ്ദത്തങ്ങൾ നൽകി തന്ന വേറെ ഒരു ആളുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അതോ വാഗ്ദത്തം വെറുതെ പറയുകയല്ല, അത് അതിന്റെ സമയത്ത് കർത്താവ് നല്ലതുപോലെ ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഭാരം തോന്നും. ഞാൻ പറഞ്ഞതുപോലെ ദൈവം 3 തരത്തിൽ ആൻസേഴ്സ് തരും. ഒന്നെങ്കിൽ യെസ് എന്ന് തരും, ഇല്ലെങ്കിൽ നോ എന്ന് തരും, ഇല്ലെങ്കിൽ വെയിറ്റിംഗ് എന്ന് വരും. യെസ് എന്ന് പറഞ്ഞ് കിട്ടുന്ന നന്മകൾ അത് മഹത്വമുള്ളോ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ നോ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നല്ല, അതിലും ബെറ്റർ ആയതും ബെസ്റ്റ് ആയതും വെച്ചിട്ടുണ്ട്. ബെറ്റർ അല്ല, ബെസ്റ്റ് വെച്ചിട്ടുണ്ട്. അടുത്ത വിഷയം എന്ന് പറയുന്നത് കർത്താവ് വെയിറ്റിംഗ് എന്ന് പറയുന്നതിന്റെ കാര്യം ഇതുള്ളൂ. ഞാൻ പറയാം, എന്നെ എന്തിന് ദൈവം 28 വർഷം അല്ലെങ്കിൽ 28ാമത്തെ വയസ്സ് വരെ വെയിറ്റ് ചെയ്യിച്ചെന്നറിയാവോ? എന്നെ പണിയുമായിരുന്നു കർത്താവ്. ചുമ്മാ എന്നെ ഇങ്ങോട്ട് വിട്ടിട്ട് കാര്യമില്ലല്ലോ. ഇവിടത്തെ എന്റെ പ്രിയപ്പെട്ടവന് പറ്റിയ ഒരു വൈഫാക്കി എന്നെ തീർക്കണമെങ്കിൽ എന്നെ പണിഞ്ഞേ പറ്റുകയുള്ളൂ. അതെ, കർത്താവ് എന്നെ അവിടെ നാട്ടിൽ പണിഞ്ഞുകൊണ്ടിരുന്നു. കർത്താവിന് കൊള്ളാവുന്നവളാക്കി തീർത്തതിന് ശേഷമാണ് ആ ഗിഫ്റ്റ് എന്റെ കയ്യിലേക്ക് നൽകി തന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പണിതെടുക്കുവാൻ വേണ്ടിയാണ് വെയിറ്റിംഗ് പീരീഡ് നമുക്ക് നൽകി തരുന്നത്. നമ്മുടെ തലമുറകൾക്ക് 33 വയസ്സ്, 34 വയസ്സ്, 35 വയസ്സ്, അയ്യോ സമയം കഴിഞ്ഞു പോയല്ലോ, അയ്യോ അത് കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത്. ഉറപ്പോടെ വാഗ്ദത്ത മുറുകെ പിടിച്ച് ക്ലെയിം ചെയ്യണം. കർത്താവെ, നിന്റെ വചനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവെ എനിക്ക് നൽകി തരണം. എന്നോട് ഇടപെട്ട വചനം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം അതിന്റെ 11ാമത്തെ വാക്യം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ആ വാക്യം വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ കിടക്കുന്ന ഒരു റാഞ്ചിൻ പക്ഷി എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു എന്നാ പറഞ്ഞത്. ഞാൻ 100% വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് 7 കടലുകൾ കടന്ന്
ഇവിടെ ഫ്ലോറിഡായിൽ ലേക്ലൻഡിലായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഹൃദയത്തിൽ ഇടപെട്ട് നാട്ടിൽ വരുത്തുവാൻ എന്റെ കർത്താവിന് കഴിയുമെങ്കിൽ കർത്താവ് ആരാ? ഹല്ലേലൂയ, നമ്മുടെ ദൈവം മഹത്വമുള്ളവനാ. ഹല്ലേലൂയ, കർത്താവിന്റെ മഹത്വം എന്ന് പറഞ്ഞ് നമുക്ക് വർണ്ണിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ കർത്താവ് വലിയവനാണ്, അവൻ അതിശ്രേഷ്ഠനായ ദൈവമാണ്, നമ്മുടെ പിതാവാണ്. ഹല്ലേലൂയ, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ, ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരില്ല ദൈവമക്കളെ. ഒരുപാടുണ്ട് സാക്ഷ്യങ്ങൾ എനിക്ക് പറയുവാൻ. എന്റെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് സാക്ഷ്യമേ പറയുവാനുള്ളൂ. എനിക്ക് എന്റെ കർത്താവ് നൽകി തന്നല്ല എന്ന് പറയാൻ ഒന്നുമില്ല. ഞാൻ ഇടുന്ന വസ്ത്രമായിക്കോട്ടെ, ഞാൻ ഉപയോഗിക്കുന്ന ഏത് കാര്യമായിക്കോട്ടെ, അതിനെല്ലാം ഓരോ സാക്ഷ്യം പറയുവാനുണ്ട്. പ്രാർത്ഥിച്ച് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പോലും നൽകി. ഞാൻ എപ്പോഴും ഞാൻ പഠിപ്പിക്കുമായിരുന്നു പറഞ്ഞല്ലോ. എൻ്റെ 6 വർഷത്തെ ടീച്ചിങ് പീരീഡ് ടൈമിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും സുവിശേഷം പറയും. ഞാൻ പഠിപ്പിച്ചതിന് ശേഷം കിട്ടുന്ന ചില സമയങ്ങളിൽ ഞാൻ എൻ്റെ ടെസ്റ്റ് മണീസിൽ കൂടിയാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ചിലപ്പോൾ ഗോസ്പൽ പറയാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ ഓരോ ടെസ്റ്റ് മണി പറയും. എന്നാൽ ദൈവമക്കളെ, ഞാൻ ഓരോ ടെസ്റ്റ് മണി പറയുന്നതിൻ്റെ ഗുണം എനിക്ക് മനസ്സിലായത് ഇപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ പലപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് അക്ഷര മാഡം ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ ടെസ്റ്റ് മണി ഇല്ലേ, അക്ഷര മാഡത്തിൻ്റെ കല്യാണം കഴിഞ്ഞ ടെസ്റ്റ് മണി, ഓരോ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്, അതിപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് വന്നപ്പോൾ ഞങ്ങൾ ആ ടെസ്റ്റിമണി ഓർക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും, ആ വചനം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിലും അത് വിടുതലായി തീർന്നു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ദൈവം ഓരോ കാര്യങ്ങളെ കൂടി എന്നെ കടത്തിവിട്ടത്, ഓരോ വിഷയങ്ങൾ എന്നെ പഠിപ്പിച്ചതിന്റെ ഉദ്ദേശം അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടതിനാണ്. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ മമ്മിയോട് പറഞ്ഞ വാക്കുണ്ട്, മമ്മി ബ്രെഡ് ചോദിച്ചാൽ ബേക്കറി തരുന്നവൻ എൻ്റെ ദൈവമെന്ന്. അതെൻ്റെ ചെറിയ പ്രായത്തിൽ ഒരിക്കലും ഞാൻ ബ്രെഡ് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു 2-3 കവർ നിറച്ച് ഒത്തിരി ബേക്കറി സാധനങ്ങൾ കിട്ടി. അന്ന് ഞാൻ എൻ്റെ മമ്മിയോട് ചെറിയ പ്രായത്തിൽ പറഞ്ഞൊരു കാര്യം അത്, മമ്മി എൻ്റെ കർത്താവിനോട് ഞാൻ ബ്രെഡ് ചോദിച്ചു, എൻ്റെ കർത്താവ് എനിക്കൊരു ബേക്കറി മൊത്തം തന്നെന്ന്. അത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ പറയും. നീ ഒരു മെഴുകുതിരി വട്ടമേ കർത്താവിനോട് ചോദിച്ചുള്ളൂ, എന്നാൽ നിനക്കൊരു സൂര്യനെ തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നമ്മുടെ കർത്താവ് ആരാ? നമ്മുടെ കർത്താവ് വലിയവനാണ്. അവന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ, അങ്ങനെ ഒരു ദൈവത്തെ സേവിക്കാൻ കിട്ടിയതിന് എത്രയോ വലിയ ഭാഗ്യമാണ്. എന്നാൽ അതിലും വലിയ ഭാഗ്യമാണല്ലോ നിത്യത നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഇതൊന്നും അല്ലല്ലോ നമുക്ക് വലുത്. നമ്മൾ പോകുവാനുള്ളവരാ, നമ്മൾ പരദേശികളാണല്ലോ ഇവിടെ. നമ്മൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യതയിൽ എത്തിച്ചെല്ലുമ്പോൾ പ്രാണപ്രിയന്റെ മുഖം ഒന്ന് കാണുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യകരമായ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. ഈ വചനങ്ങളാലും എൻ്റെ സാക്ഷ്യങ്ങളാലും ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം എനിക്കൊരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ കർത്താവിന്റെ ദാസനോടുള്ള വിലയേറിയ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഈ പ്രയർ ലൈൻ ഏറ്റവും അനുഗ്രഹപ്രദമായി നടക്കുന്നവർക്ക് സ്തുതിക്കുന്നു. അനേകർക്ക് ഇതിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു വെരി മച്ച്. മണിലപ്പുറം ലൈനിലില്ലേ? ഉണ്ട് ഭാഷ ഉണ്ട്. കണ്ടിന്യൂ പ്ലീസ്. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു എന്തു പറയാനാണ്, മനുഷ്യ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു സാക്ഷ്യം പോലെ എനിക്ക് തോന്നി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവത്തിന്റെ വഴികൾ. ഹല്ലേലൂയ. അത് തന്നെയാണ് ശലോമോൻ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദൈവത്തിന് സ്തോത്രം. ഇത് അതുപോലെ യാഥാർത്ഥ്യമായി തീർന്ന പ്രിയ അക്ഷയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ. പ്രിയ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് ആലോചന പറഞ്ഞു കൊടുത്ത് അവരെ ദൈവവറികൾ നടത്തി കർത്താവിൽ മാത്രം വിശ്വസിക്കുവാൻ, കർത്താവിൽ മാത്രം ആശ്രയിക്കുവാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു പൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ വഴികള്. ഹല്ലേലൂയ. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നെങ്കിലും ഹല്ലേലൂയ വഴികൾ ഒന്നും കാണാതെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ സകല വഴികളെയും നേരെയാക്കുന്ന ഒരുവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹോവയിൽ തന്നെ ആശ്രയിച്ചു കൊള്ളുക. ഹല്ലേലൂയ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ദൈവത്തിന്റെ പൈതലെ ഇന്ന് രാത്രി കാലം കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട പടിപടിയായി തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ, മാതാപിതാക്കളുടെ അവസ്ഥകളെ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം നൽകിക്കൊടുത്ത അത്ഭുതത്തിന്റെ വഴികൾ എത്ര ശ്രേഷ്ഠമായിട്ട് അല്ലെങ്കിൽ ശക്തമായി വെളിപ്പെടുത്തിയത്. അത് നമ്മെ ധൈര്യപ്പെടുത്തുവാനാ.
അവിശ്വാസമുള്ളവര്, ക്ഷീണിച്ചിരിക്കുന്നവര്, ബലഹീനരായിരിക്കുന്നവര്, അവസ്ഥകളെ കണ്ടിട്ട് ഭാരപ്പെടുന്നവര്, നിരാശയിലായിരിക്കുന്നവർക്ക് എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് വിഷമിച്ചിരിക്കുന്ന ജീവിതത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായിട്ട് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യത്തിൽ കൂടെ ഹല്ലേലൂയ നമ്മെ ധൈര്യപ്പെടുത്തിയ ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പൈതലെ ഹല്ലേലൂയ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളിലും ഹല്ലേലൂയ നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെ ആശ്രയിക്കുന്നതിനേക്കാളിലും ഹല്ലേലൂയ എത്രയോ ശ്രേഷ്ഠകരമായിട്ടാണ് ദൈവത്തിന്റെ പരിപാലനം, ദൈവത്തിന്റെ വഴികൾ. ഹല്ലേലൂയ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തരുടെയും ഹൃദയത്തിൽ തോന്നാത്ത ദൈവിക പ്രവൃത്തി. ഹല്ലേലൂയ തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കണതിന് അവന്റെ ഹല്ലേലൂയ യഹോവയുടെ ദൃഷ്ടി ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പൈതലെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ എന്താണ് ഹല്ലേലൂയ എല്ലാം പ്രതികൂലമായിട്ട് തോന്നും. അവസ്ഥകൾ മുൻപോട്ട് നോക്കിയിട്ട് ഇതിനൊരു വിടുതലില്ലെന്ന് പറഞ്ഞ് ചിന്തിച്ച് വിഷമിച്ച് ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, കുടുംബത്തിന്റെ വിഷയമായിരിക്കാം, ഭൗമിക വിഷയമായിരിക്കാം, ഹല്ലേലൂയ തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന വിഷയമായിരിക്കാം. അല്ലെങ്കിൽ ഇന്ന് കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അത് നമുക്ക് ജീവിതത്തിന് ഒരു പ്രത്യാശ നൽകി തരുന്നതായിരിക്കട്ടെ, ധൈര്യം നൽകി തരുന്നതായിരിക്കട്ടെ, ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മുഖാന്തരമായി തീരട്ടെ, സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു ഉത്ബോധനമായിട്ട് ഇന്ന് രാത്രികാലം തീരട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ നമ്മുടെ പാതകളെ, നമ്മുടെ വഴികളെ, അടഞ്ഞിരിക്കുന്ന വാതിലുകളെ തുറക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ നിലവിളിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ മാതാപിതാക്കളും ദൈവമക്കളും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ അവിടെവിടങ്ങളായി അത്ഭുതത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദൈവജനത്തിന്റെ മധ്യേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. അതിന്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഇന്ന് രാത്രികാലം നമ്മെ കേൾപ്പിച്ച ദൈവിക ആലോചന. ദൈവത്തിന് സ്തോത്രം. ഓരോ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ എങ്ങനെ കാര്യങ്ങൾ നടക്കും ഹല്ലേലൂയ പ്രിയ മാതാവിന്റെ വിശ്വാസം. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അതുപോലെ ആയിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. കർത്താവിൽ തന്നെ നമുക്ക് ശരണപ്പെടാം, കർത്താവിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. അവൻ നമ്മെ കൈവിടുന്നവനല്ല. ഹല്ലേലൂയ അല്പവും താമസമെന്ന് തോന്നിയാലും ഹല്ലേലൂയ തക്ക സമയത്ത് നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൈനിലുണ്ടോ? ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി സ്തോത്രം. കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാർത്ഥിച്ചാൽ. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇന്ന് ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അടിയന് കർത്താവ് അടിയന്റെ സാക്ഷ്യങ്ങൾ പറയുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. എല്ലാ മാനവ മഹത്വവും കർത്താവെ അങ്ങേക്ക് തന്നെ നൽകി തരുന്നു. കർത്താവെ അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ, അങ്ങ് മാത്രം പുകഴ്ചകൾക്ക് യോഗ്യൻ. കർത്താവെ ഞങ്ങളൊന്നുമില്ലപ്പാ, ഞങ്ങളത് സമ്മതിക്കുന്നു. കർത്താവെ അങ്ങയുടെ വീണ്ടെടുപ്പിന്റെ വിലയായി അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തോർത്ത് സ്തോത്രം ചെയ്യുന്നു. കൃത്യമായി പ്രയർ ലൈനിൽ അടിയനെ കേട്ടുകൊണ്ടിരുന്ന കർത്താവിന്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ അവരുടെ ഏതൊക്കെ വിഷയങ്ങൾ അവരെ കടന്നു പോകുന്നു കർത്താവെ, ആ വിഷയത്തിന് മേലെല്ലാം ദൈവത്തിന്റെ അത്ഭുതത്തിന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് സേവിക്കുവാൻ, ഞങ്ങൾക്ക് ഓടി വരുവാൻ, ഞങ്ങൾക്ക് കർത്താവെ അഭയം പ്രാപിപ്പാൻ, ഞങ്ങളുടെ ഏതൊരു വേദനയും ഏതൊരു നെടുവീർപ്പും അറിയിക്കുവാൻ ഞങ്ങൾക്ക് നല്ലൊരു അപ്പനുണ്ടല്ലോ അപ്പാ. കർത്താവ് ഇവരുടെ ഏത് വിഷയങ്ങളുടെ നടുവിൽ ആ കർത്താവ് വ്യക്തികളായിരിക്കുന്നോ അവരുടെ വിഷയങ്ങളുടെ മേൽ കർത്താവെ ഞങ്ങളുടെ കരത്തെ നീട്ടണമേ. ഞങ്ങളുടെ ആരുടെയും കുറവുകൾ അതിന് തടസ്സമായി തീരരുത് കർത്താവെ. അങ്ങയുടെ അത്ഭുതത്തിന്റെ കരം കർത്താവെ ഇന്നിപ്പോ സമയത്ത് കർത്താവ് അവരുടെ ഏതൊക്കെ വിഷയങ്ങളാണോ ആ വിഷയങ്ങളുടെ മേൽ അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു വാക്ക് കൽപ്പിച്ചാൽ അതങ്ങനെ സംഭവിക്കും. ഒരു വാക്ക് മതി കർത്താവേ. ഹല്ലേലൂയ ഞങ്ങളത് വിശ്വസിക്കുന്നപ്പ. ഹൃദയങ്ങളെ കഠിനമേറിയ ഹൃദയത്തെ ഹല്ലേലൂയ മഞ്ഞു പോലെ ഉരുക്കുവാൻ അങ്ങേക്ക് കഴിയും കർത്താവെ. അങ്ങനെയെങ്കിൽ കർത്താവെ തലമുറകളുടെ വിവാഹ വിഷയങ്ങൾ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ ബോധത്തിന്റെ കരത്തെ നീട്ടണമേ അപ്പാ. തലമുറയുടെ ഹൃദയങ്ങളെ കർത്താവെ അങ്ങ് മാറ്റണമേ അപ്പാ. ഹല്ലേലൂയ അനുകൂലമായ ദൈവവചന പ്രകാരം കുടുംബജീവിതം നയിക്കാൻ കർത്താവെ അവരുടെ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടണമേ. എല്ലാ മടുപ്പുകളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങളെ നയിക്കുവാൻ ബലപ്പെടുത്തണമേ. ദൈവമേ ഈ പ്രെയർ ലൈൻ ലീഡ് ചെയ്യുന്ന ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണമേ. ഇതിന് ചുമതല വഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പാ എല്ലാ ശുശ്രൂഷകൾക്കും കർത്താവ് തന്നെ ഇരട്ടി പ്രതിഫലത്തെ കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ദൈവത്തിന്റെ നാമം മൊത്തപ്പെടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കണമേ. അപ്പൊ അങ്ങയുടെ വരവേറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിലും വേർപാടിലും കാക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനമോ തങ്കേന തരുന്ന പുത്രനായ ഈശ്വരനാമത്തിനെ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുന്നു നല്ല പിതാവേ. ആമേൻ.